ഞാൻ ഈ ജസ്നയുടെ വിഷയം നിറത്തോടുകൂടി തന്നെ നിർത്തണം എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം ഒരാളുടെ പിന്നാലെ നടന്ന് അവർ ചെയ്യുന്നതും ചെയ്യാത്തതും എല്ലാ കാര്യങ്ങളും ചെകഞ്ഞ് നടക്കുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ്. അവർക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു ഉപജീവന മാർഗം കണ്ടെത്തി അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അവരെ വിമർശിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ വീണ്ടും വീണ്ടും അവര് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അതിന് മറുപടി പറയേണ്ടി വരുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ്. അവനോട് സംസാരിച്ച ഒരു വീഡിയോ രൂപത്തിലല്ല, ഓഡിയോ ആണ്. അതിപ്പോൾ ലീക്കായിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ആരെയും ആശ്രയിക്കാതെ അവരൊരു ജോലി ചെയ്ത് ജീവിക്കുന്നു. ശരി, അവരുടെ വരുമാനമാണ്, പോയിക്കോട്ടെ. ഇതുവരെ എന്നെ പോലെ തന്നെ ഇതേ രൂപത്തിൽ ചിന്തിച്ചിരുന്ന ആളുകളാണ് എമ്പാടുമുള്ളവർ. പക്ഷേ ഇവര് മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിനും മറ്റ് ഹിന്ദു സ്ത്രീകൾക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങൾ എനിക്ക് സാധിച്ചു എന്ന രൂപത്തില് ഇവര് പോസ്റ്റുകൾ ഇടുന്നു, വൈറലാകാൻ ശ്രമിക്കുന്നു, വിവാദപരമായ പരാമർശങ്ങൾ പറയുന്നു, നമസ്കരിക്കുന്ന ഫോട്ടോസ്, വീഡിയോസ്, ഗുരുവായൂർ അമ്പലത്തിൽ കയറുന്നത്, തന്ത്രിയുടെ വീഡിയോസ്, ഇതൊക്കെ ഇവരെടുത്ത് പുറത്തിടുന്നു. അപ്പോ കൂടുതൽ കാര്യങ്ങൾ ഇവരെ കുറിച്ച് അറിയും തോറും ഒരുപാട് ദുരൂഹതകൾ. ഒരു സുലൈമാൻ ബാക്കവി എന്ന് പറയുന്ന ഒരാളാണ് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു മുന്നോട്ട് വന്നിരിക്കുന്നത്. ഹിന്ദുക്കളുടെ പണം അവർ വാരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നം? അവര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് ഇൻഷാ അല്ലാ മാഷാ അല്ലാ പറയുമ്പോൾ അവിടെ വളരുന്നത് മുസ്ലിങ്ങളല്ലേ? അപ്പൊ എനിക്ക് കുറച്ചും കൂടി ബോധ്യപ്പെട്ടു, ഇവർക്ക് ഭക്തിയല്ല, ഇവർക്ക് ആരാധനയല്ല, ഇവർക്ക് വിശ്വാസവുമല്ല. ഇവർക്ക് കച്ചവട താല്പര്യം. ഒന്ന്, രണ്ട്, ഫേമസ് ആകുക, വൈറലാകുക, ആരും എത്തപ്പെടാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന മേഖലകളിൽ കയറി പറ്റുക. പ്രധാനമന്ത്രിയുടെ സമീപത്തു വരെ എത്തിയെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. ഇവർക്ക് ഹിന്ദുക്കളോട് പുച്ഛമാണ്. ഇസ്ലാമിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്, ഇവർ വിശ്വസിക്കുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ഞാനടക്കമുള്ള ആളുകളോട് ഇവർക്ക് അങ്ങേയറ്റം പുച്ഛവും വിരോധവുമാണുള്ളത്. അപ്പോ ഇവരെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ തന്നെ രംഗത്ത് വരുമ്പോൾ നമുക്കത് ശരിയാണ് എന്ന് പറയേണ്ടി വരുന്നതാണ്. ഇപ്പോഴിതാ അവര് നമ്മുടെ സിജോ രാജനാണെന്ന് തോന്നുന്നു, ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവര് സാധാരണ എല്ലാ ചാനലുകൾക്കും കൊടുത്തിരിക്കുന്ന അഭിമുഖം പോലെ തന്നെയാണ് ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവര് കോടീശ്വരിയാണോ? ഇവര് പടം വരച്ച് കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇവരൊരുപാട് ഫ്ലാറ്റുകളും ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. അവരധ്വാനിച്ചോട്ടെ, അതിനനുസരിച്ചിട്ട് അവര് പണം ഉണ്ടാക്കിക്കോട്ടെ, അവര് പ്രശസ്തി ഉണ്ടാക്കിക്കോട്ടെ. ഇവര് ഇസ്ലാം മത വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ പറ്റിക്കുകയും ഹിന്ദുമത വിശ്വാസിയാണ്, കണ്ണനെയാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്, ഭക്തിയാണ് എനിക്കെന്ന് പറഞ്ഞ് ഹിന്ദുക്കളെയും ഇവര് പറ്റിക്കുമ്പോൾ ആ പറ്റിപ്പ് തുറന്നു പറയുക എന്നത് മാത്രമാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. മിഥുൻ പിന്നെ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ലൈവിലേക്ക് കയറി വന്നത്? എന്തോ കാണാൻ വന്നതാ മിഥുൻ? റേഡിയോ ആണോ ഒന്ന്? എന്ത് കാണാൻ വന്നതാടാ നീ? എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഞാൻ ഈ ലൈവിൽ വന്നത്. നിനക്ക് കേൾക്കാൻ സമയമോ സന്മനസ്സോ ഉണ്ടെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോയി പണി നോക്കുക. പിന്നെ എന്ത് ചെയ്യണം? നീ പറയുന്നത് നിനക്കും കൂടി പറയാനൊരു അവസരം ഈ ലൈവിനകത്ത് ഞാൻ ഉണ്ടാക്കി തരണോ? എന്തുവാടേ ഇതൊക്കെ? എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുന്നത്? വേറൊരു പണിയില്ല, വേറെ ഏതെല്ലാം ലൈവുകളുണ്ട്, പോയി അതിനകത്ത് കണ്ടോ. അപ്പോ അഭിലാഷനും വർഗീയതയാണെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്തത് കേൾക്കണ്ട, കളഞ്ഞിട്ട് പോകുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമില്ല, ഇത് വർഗീയതയാണ്, വിഭാഗീയതയാണ് എന്ന് തോന്നുന്നുണ്ടോ? കളയുക. നമുക്ക് താല്പര്യമില്ലേ? കേൾക്കണ്ട. ഞാനൊക്കെ അങ്ങനെയാ ചെയ്യാറുള്ളത്. അതാണ് വിവരവും വിവേകവും ഉള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഭാഷ്യം. പുതിയ ആളാണെങ്കിലും പഴയ ആളാണെങ്കിലും ഇത് കേൾക്കുന്നതിന് മുമ്പ് എങ്ങനെയാ വർഗീയതയാണോ എന്ന് നിങ്ങൾക്ക് തോന്നിയത്? ഞാൻ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെ പറയും വർഗീയതയാണോ എന്ന്? എന്താണ് ടോപ്പിക് എന്ന് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ അഭിലാഷേ.
ഇത് എന്താണ് ടോപ്പിക് എന്ന് അറിയുന്നതിന് മുമ്പ് ഇത് വർഗീയതയാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പുതിയ ആളാണെന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഓടാണെന്ന് നീയൊക്കെ എന്നോടൊക്കെ സംസാരിച്ച സമയങ്ങളെ എന്നോട് ആർക്കുണ്ട്. ഇനിയും ഗുരുവായൂർ അമ്പലത്തിൽ കയറരുത് എന്ന രൂപത്തിൽ ഹിന്ദുക്കൾ ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ആ രൂപത്തിൽ എന്തെങ്കിലും നിങ്ങൾ ഭയന്നോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഭീഷണിയായിട്ടൊന്നുമില്ല, ഞാൻ തന്നെ സ്വയം തീരുമാനിച്ചതാണ്. ഞാൻ പോയിട്ട് കണ്ണന്റെ പേരിൽ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ ഇടുകയാണ്. എന്തിനാ എനിക്ക് കണ്ണൻ തന്ന കണ്ണനെ ഞാനായിട്ട് നശിപ്പിക്കുന്നത്? എത്ര നാൾ മുതലാണ് കണ്ണനോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്? ഞാൻ ഇഷ്ടം തോന്നി തുടങ്ങിയെന്ന് വെച്ചാൽ 2009 തൊട്ടിട്ടാണ്. എന്താ കാരണം അങ്ങനെ പെട്ടെന്ന് ഇഷ്ടം തോന്നാൻ? ഇഷ്ടം തോന്നാൻ കാരണം എന്ന് വെച്ചാല് ആദ്യം എനിക്ക് വെറുപ്പ് തന്നെ പറയായിരുന്നു. കാരണം വീട്ടിലെ കുഞ്ഞിലെ കണ്ണാണ് എന്നെ കളിയാക്കി വിളിക്കാറ്. അപ്പൊ ഈ എന്റെ നാട് എന്ന് വെച്ചാൽ മുസ്ലിം മതസ്ഥര് മാത്രമേ ഏറ്റവും മുസ്ലിം മതസ്ഥര് മാത്രം റിജിഡായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലത്ത് ആ മുസ്ലിം അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ കണ്ണ എന്ന് വിളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വൈരുദ്ധ്യമുണ്ട്, അസംഭവ്യമാണ്. ഹിന്ദു മതസ്ഥര് കുറവാണ്. അപ്പോ ഈ കണ്ണ എന്നുള്ള വിളി എനിക്ക് കളിയാക്കി വിളിക്കുന്നത് കൊണ്ട് ഭയങ്കര ദേഷ്യവും വെറുപ്പുമായിരുന്നു. അങ്ങനെ വിവാഹത്തിന് ശേഷമാണ് ഭർത്താവിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത്. ഹസ്ബൻഡ് അവിടുന്ന് കണ്ണാന്ന് വിളിച്ചപ്പോ ഞാൻ ദേഷ്യപ്പെട്ടപ്പോൾ പറഞ്ഞു നിന്നെയല്ല ശരിക്കുള്ള കണ്ണനെയാ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കണ്ടു നോക്കുമ്പോ ഒരു ചെറിയൊരു വാവ. അപ്പൊ അത് കണ്ടപ്പം വലിയ ഇഷ്ടം തോന്നി. കാരണം ഇത്രയും കാലം ഈ ഒരു ചെറിയൊരു വാവനെ വിളിച്ചിട്ടുണ്ടോ. ഇതാണ് ശ്രീലാപിള്ള പറയുന്നത്. ഇവര് പറയുന്ന 100 കണക്കിന് കളവുകൾ നമുക്ക് തെളിയിക്കാൻ കഴിയുമെന്ന്. ഇവരൊരു ഇസ്ലാം മത വിശ്വാസിയാ. അപ്പൊ പിന്നെ ഇവരുടെ ഭർത്താവ് കണ്ണാ എന്ന് വിളിച്ചെന്നാണ് ഇവര് പറയുന്നത്. എന്നെ കളിയാക്കി എന്നുള്ള ഒരു കുറ്റബോധോ സ്നേഹോ എന്തൊക്കെയോ തോന്നി തുടങ്ങി. അങ്ങനെയാണ് പിന്നീട് കണ്ണനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ. ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഒരുപാട് പേര് വിമർശനമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, കേക്ക് മുറിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പേടിച്ചു പോയോ? ശരിക്കും പേടിച്ചു പോയിട്ടല്ല. ഞാന് കേക്ക് കട്ട് ചെയ്തതെന്ന് വെച്ചാല് മിക്ക ആൾക്കാർക്ക് അറിയാം, നമ്മള് സങ്കടം വരുമ്പോഴേക്കും ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ അമ്പലത്തിൽ പോവാറ്. എന്റെ ഒരു അറിവ് വെച്ചിട്ടോ, എനിക്ക് അറിയില്ല എത്രത്തോളം ഇതിൽ സത്യം ഉണ്ടെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഞാൻ കണ്ണന്റെ മുമ്പ് പോകും. കാരണം എന്നെ ഞാനാക്കിയല്ലേ ഇപ്പൊ താങ്കൾ പോലും എന്നെ ജസ്ന എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് ആക്കി മാറ്റിയത് കണ്ണനാണ്. അപ്പൊ എന്റെ ജന്മദിനം അത് ഞാൻ ഒരിക്കലും അങ്ങനെ ആഘോഷിക്കാറില്ല. എന്റെ ഇൻസ്റ്റ പേജ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ഞാൻ ആഘോഷിച്ചതായിട്ട് ഇതേവരെ ഇട്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ലോകം ഒന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയാക്കി മാറ്റിയത് കണ്ണൻകാരനാണ്. അപ്പൊ കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു സന്തോഷം, ഒരു മധുരം കഴിക്കാമെന്നുള്ള രീതിയിൽ മുട്ട ഉപയോഗിക്കാത്ത കേക്കുമായിട്ട് കഴിഞ്ഞ ജൂൺ 15-ാം തീയതിയാണ് ഞാൻ ഗുരുവായൂർ പോകുന്നത്. അത് ജൂൺ 15-ന്റെ വീഡിയോ ആണ്. വിശ്വാസം ഇല്ലാത്തവർക്ക് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാൽ കാണാം, അതിലൊക്കെ ഉണ്ട്. അത് ജൂൺ 15-നാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അത് മുട്ട ഉപയോഗിച്ച കേക്കാണെന്നും ശ്രീകൃഷ്ണ ജയന്തിക്ക് മുറിച്ചതാണെന്നും പറഞ്ഞിട്ടാണ് ഓരോരുത്തർ അത് പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ ഞാൻ പറഞ്ഞു. നല്ലൊരു ബന്ധം വേണം, പക്ഷെ കുടുംബത്തിൽ നിന്ന് അകലെ പോകുമോ, ജോലി ഉപേക്ഷിക്കും. പരസ്യം വന്നതാ. ഇവര് പറയുന്നതിലെ പരസ്പര വൈരുദ്ധ്യങ്ങളാണ് പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളും അത് തന്നെയാണ് കാണിക്കുന്നത്. നോക്കുക, സത്യാവസ്ഥ ഞാൻ പറഞ്ഞു. കാരണം അവർക്ക് വേണ്ട, ഇപ്പോഴത്തെ കാലത്ത് ഷോപ്പിലേക്ക് പോലും പോകണ്ട, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോരെ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഇപ്പൊ ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. അപ്പൊ പിന്നെ അവർ പറഞ്ഞു കേക്ക് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കണ്ണന് ഏറ്റവും ഇഷ്ടം മധുരല്ലേ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടത് മുഴുവനോ ഈ പറഞ്ഞ യൂട്യൂബ് കഥകളും കാണുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ണൻ ലഡു എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണന് വെണ്ണക്ക് മധുരമില്ല എന്നുള്ളത് എനിക്കറിയാം. അതുപോലെ കണ്ണന്റെ ഈ നടയില് ഭണ്ഡാരത്തിന്റെ മുകളിൽ ഒരുപാട് ആൾക്കാർ മിഠായി കൊണ്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ട്, ഡയറി മിൽക്ക് കണ്ടിട്ട്, കുറെ സംഭവങ്ങൾ കണ്ടിട്ട്. അതേപോലെ എന്റെ ഒരു സന്തോഷം കണ്ണന് കാണിച്ചു കൊടുക്കാൻ ഒരു മധുരം കട്ട് ചെയ്തതാണ് ഞാൻ അവിടെ. എല്ലാവരും ചെയ്യുമ്പോൾ അത് നടക്ക് പുറത്ത് വെച്ച്, വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്, പുറത്ത് ഞാൻ കാണിക്കുന്നുണ്ട്, പുറത്ത് വെച്ചിട്ടാണ് ഞാൻ അത് കട്ട് ചെയ്തത്. ഇത് കണ്ണൻ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു കൊച്ചുകുട്ടിയാണ്. അപ്പൊ കണ്ണനെ സ്നേഹിക്കാനും ആരാധിക്കാനും ഇവിടെ ജാതിമത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവർക്കും അവകാശമായിരുന്നു ഇതുവരെ ഞാൻ വിശ്വസിച്ചത്. വെറുതെ പറയാം നിങ്ങള്, അവകാശമുണ്ട്. ഞാൻ ഇന്ന് വരെ ഞാൻ വിശ്വസിച്ചൊരു കാര്യമുണ്ട്, കണ്ണന വിശ്വാസമുള്ള ആർക്ക് വേണമെങ്കിലും കണ്ണനെ ബഹുമാനിക്കുക, ആരാധിക്കുക, പ്രാർത്ഥിക്കാമെന്ന് വിശ്വസിച്ചു. പിന്നെ എന്തുകൊണ്ട് എന്നെ എല്ലാവരും കുറിച്ച് കേട്ടുന്നു? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അതായത് ഇതുവരെ കണ്ണനെ എല്ലാവർക്കും വിശ്വസിക്കാമായിരുന്നു എന്നാണ് ഹിന്ദുക്കളുടെ വിശ്വാസം എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഇന്ന് ആ വിശ്വസിച്ച് പൊക്കിക്കൊണ്ട് നടന്ന ഹിന്ദുക്കൾ തന്നെ എന്നെ ചതിച്ചു. ഇനി ഞാൻ ഹിന്ദുക്കൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് അവരാ ചോദിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ഭക്തരാരെങ്കിലും ഒരു ദിവസത്തിൽ പകുതി മുക്കാൽ സമയം കണ്ണന്റെ അടുത്ത് സമയം ചെലവഴിച്ചിട്ടുണ്ടോ? ഞാൻ ചെലവഴിക്കുന്നുണ്ട്. ഞാൻ ഒരു ദിവസം എന്റെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിൽ പകുതി മുക്കാൽ സമയവും ഞാൻ ചിത്രം വരച്ചോണ്ടിരിക്കലാണ്. വേറെ ഒരു ചിത്രമല്ല, കണ്ണനെ വരച്ചോണ്ടിരിക്കലാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ കപട ഭക്തയാണെന്ന് പറയുന്നത്.
അതൊന്നും കേൾക്കാനുള്ള ദേവിപ്രിയ ബിജു ടീച്ചറെ ആകെ കൺഫ്യൂഷനാണ്. ആരെയും ഉപദ്രവിക്കാൻ നമുക്ക് പോകണ്ട. തീർച്ചയായിട്ടും 100% ദേവിപ്രിയ, ഞാനും അതേ ആശയക്കാരിയാണ്. ആരെയും ഉപദ്രവിക്കേണ്ട കാര്യമില്ല. അവരായി അവരുടെ പാടായി അങ്ങനെ പോയിക്കോട്ടെ. പക്ഷേ ഈ കാപഠ്യമുണ്ടല്ലോ, അത് തുറന്ന് കാണിക്കണ്ടേ? അവർക്ക് ഉള്ളതിനനുസരിച്ച് അവർ ചെയ്തോട്ടെ. ഇവരെ നമസ്കരിക്കുന്ന ചിത്രങ്ങൾ ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഹറാമാ ഇസ്ലാമില്. ഇസ്ലാം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കാര്യമാണ് വിഗ്രഹാരാധന. ഇവരാ മതത്തിനകത്ത് നിൽക്കുന്നു എന്നല്ലേ പറയുന്നത്? ഞങ്ങളൊക്കെ ആ മതത്തിൽ നിന്നും പുറത്തു വന്നു. അതിന്റെ പേരിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. അപ്പൊ ഇവരെ പിന്നിൽ നിന്ന് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. സുലൈമാൻ ബാക്കവിയുടെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റാണ്. ഹിന്ദുക്കളുടെ പണം, ഹിന്ദുക്കളുടെ ദേവന്റെ ചിത്രം വരച്ച് അവര് കൊയ്തെടുക്കുന്നതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഹിന്ദുക്കളുടെ പണമല്ലേ വരുന്നത്? ഒരു മുസ്ലിം കുടുംബത്തിലേക്കല്ലേ വരുന്നത്? ഗുരുവായൂർ അമ്പലത്തിനകത്ത് പോയിട്ട് അവർ അല്ലാഹു അക്ബർ എന്നും ഇൻഷാ അല്ലാന്നും മാഷാ അല്ലാന്നും ഒക്കെ പറയുമ്പോൾ നമ്മുടെ മതമല്ലേ വളരുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഇതുവരെ ആരും മുർത്തദ്ദാക്കിയിട്ടില്ല. ഞങ്ങളൊക്കെ മുർത്തദ്ദുകളാ, മതത്തിൽ നിന്ന് പുറത്തു പോയവർ, കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ടവർ. ഇവരെ ഒരു മഹലിൽ നിന്നും ഒരു പള്ളിയിൽ നിന്നും ഇവരെ പുറത്താക്കിയിട്ടില്ല. ഇവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ ആളാണ് എന്ന രൂപത്തിൽ ആരും ഇതുവരെ എങ്ങും സംസാരിച്ചിട്ടില്ല. ഇവർ ഈ മതത്തിനകത്താണ് നിൽക്കുന്നത് ഇപ്പോഴും. എന്നിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഈ മതം അങ്ങേയറ്റം വിരോധിച്ച വിഗ്രഹത്തെ ആരാധിക്കാൻ കഴിയുന്നത്? അഭിലാഷ്, അങ്ങനെ ഒരുപാട് കാപഠ്യങ്ങൾ നമ്മുടെ ചുറ്റും വേറെയും പലതുമുണ്ട്. അതിനെ പൊളിച്ചു കാണിക്കാൻ ഓരോ കാപഠ്യങ്ങളും പൊളിച്ചു കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അഭിലാഷെ. അഭിലാഷിന് അത് കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കുഴപ്പമില്ല. ഇന്ന് രാവിലെ അൻവർ പറഞ്ഞു, നമ്മുടെ PV അൻവർ MLA പറഞ്ഞു, പോലീസുകാരിലെ കാക്കിക്കുള്ളിലെ കള്ള നാണയങ്ങൾ, അതിനെ സംബന്ധിച്ചും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. സിനിമാക്കാർക്കിടയിലെ പീഡനങ്ങൾ, അതിനെ സംബന്ധിച്ചും പ്രതികരിച്ചിട്ടുണ്ട്. ഈ കേരളത്തിലെ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മുക്കുന്ന മാധ്യമങ്ങൾ, അതിനെ സംബന്ധിച്ച് നമ്മളെ കൊണ്ട് എത്താൻ പറ്റുന്ന മേഖലകളിലൊക്കെ എത്തുകയും പ്രതികരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കുറച്ചാളുകൾ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷിയില്ലാത്തതുകൊണ്ട് ഗുരുവായൂരേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത്. അവിടെ ഗുരുവായൂർ വരണ്ട എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അത് കണ്ണനാണ് ഗുരുവായൂരുള്ള അവകാശമുള്ള ഒരു വ്യക്തി. ഈ കണ്ണൻ ഹിന്ദു മതപ്രകാരം ഒരാളോട് അങ്ങനെ ഏത് മതോ ജാതിയോ ആരും ആയിക്കോട്ടെ വരണ്ട എന്ന് പറയില്ല. ഒരിക്കലും ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന ഒരു മതമാണ്, ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്. അപ്പൊ അതിനകത്ത് വേർതിരിവ് കാര്യങ്ങളൊന്നുമില്ല. ഞാൻ തട്ടിട്ടിട്ട് പോയി. കണ്ണന് ഈ പറഞ്ഞ ഇത്രത്തോളം പറഞ്ഞ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കണ്ണന് ഒരു ഭക്തന്റെ ഇഷ്ടം മാറ്റി വെച്ചിട്ട് കണ്ണന് വേണ്ടിയിട്ട് ജീവിക്കാൻ കണ്ണൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. നമ്മളായിട്ട് കണ്ണനെ സ്നേഹിക്കുമ്പോഴാണ് അതിനൊരു അർത്ഥം ഉണ്ടായി. കണ്ണന് വേണ്ടിയിട്ട് വേഷം കെട്ടാൻ ഞാൻ പോയിട്ടില്ല. കണ്ണനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം തുടങ്ങിയിട്ട് 2009 തുടങ്ങിയിട്ടുണ്ട്. കണ്ണന് വേണ്ടിയിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ കപട വേഷം കെട്ടാൻ ഞാൻ വന്നില്ല. ഞാനായിട്ട് നിന്ന് കണ്ണനെ സ്നേഹിച്ചു. എന്റെ മതത്തോടൊപ്പം ഞാൻ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചു. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമുക്കൊക്കെ സുഹൃത്തുക്കളുണ്ട്, അമ്മമാരുണ്ട്. നമ്മൾ മറ്റേ കിലുക്കത്തിനകത്ത് രേവതി പറയുന്നുണ്ടല്ലോ, പലരുടെയും തലയൊക്കെ അടിച്ചു പൊടിച്ചിട്ട് ഞാൻ ഇത്രേ ചെയ്തുള്ളൂ എന്ന്. ഇസ്ലാം മതത്തിൽ നിന്നിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കലും വിഗ്രഹാരാധനയോട് ചേർന്ന് നിൽക്കലും ശരിയല്ല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല, ഖുർആൻ അനുവദിക്കുന്നില്ല. ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവർ ഇസ്ലാം മതവിശ്വാസിയാണോ വ്യക്തമാക്കണം. ഇവർ കണ്ണനെ വിശ്വസിക്കുന്ന ഹൈന്ദവ വിശ്വാസിയാണോ വ്യക്തമാക്കണം. തീർന്നു കാര്യം. അമ്മമാരെ സുഹൃത്തുക്കളൊക്കെ ബഹുമാനിക്കുന്നില്ലേ? എന്റെ മതത്തെ ഞാൻ കുറ്റം പറഞ്ഞോ? ഹിന്ദു മതത്തെ ഞാൻ കുറ്റം പറഞ്ഞോ? ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മതത്തോടൊപ്പം ആ വിശ്വാസത്തിൽ നിന്ന് ആ പവിത്രയിൽ ഇവിടെയാണ് പ്രശ്നം. എന്റെ മതത്തോടൊപ്പം, അതിന് നമ്മുടെ മതത്തോടൊപ്പം നിൽക്കില്ലല്ലോ വിഗ്രഹാരാധന. ഓരോ വ്യക്തിയും ഇപ്പൊ ജസ്ന നമസ്കരിക്കുന്ന ചിത്രങ്ങളൊക്കെ എടുത്ത് പുറത്തു വിട്ടിട്ടുണ്ട്. ഇനി ബാത്റൂമിലും ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ബോഡി മൊത്തം ക്യാമറയാ. കക്ഷി എന്ത് ചെയ്താലും എവിടെ പോയാലും, മുല്ലപ്പൂവ് വെച്ചാലും തലമുടി ചീകിയാലും ചെരുപ്പിട്ടാലും ഇതെല്ലാം ക്യാമറ വെച്ചിട്ട് വിഷ്വൽ എടുത്ത് റീൽസ് ഇടലാണ് കക്ഷിയുടെ ജോലി. നിൽക്കട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇത് ഇവര് നമസ്കരിക്കുന്നു. തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചിട്ട് ഒരു വിശ്വാസി ഒരു ദിവസം 17 തവണ പറയുന്നത്, അല്ലാഹുവേ വിഗ്രഹാരാധകരെയും അമുസ്ലിങ്ങളായ ആളുകളെയും നീ വഴിപിഴപ്പിച്ചിരിക്കുകയാണ് റബ്ബേ, നീ കോപിച്ചിരിക്കുകയാണ് റബ്ബേ. അതുകൊണ്ട് നീ കോപിക്കപ്പെട്ടവരുടെയും വഴിപിഴപ്പിച്ചവരുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ അല്ലാ
ഇന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നേരെ കൃഷ്ണന്റെ മുമ്പിൽ പോയി, കണ്ണന്റെ മുമ്പിൽ പോയി, ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പോയി തൊഴുത് നിൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പവിത്രതയിൽ നിന്നിട്ടാണ് മറ്റൊരു മതത്തെയും കൂടി ചേർത്ത് പിടിച്ചത്. കണ്ണൻ ഒരിക്കലും എന്നോട് പറയില്ല നീ മതം മാറുന്നു. കണ്ണന് നാവുണ്ടായിരുന്നു, കണ്ണന് ആരെ കൊണ്ടെങ്കിലും അത് പറയിപ്പിക്കും. കണ്ണൻ എല്ലായിടത്തും ഉണ്ടെന്നല്ലേ പറയുന്നത്, ഗുരുവായൂർ അമ്പലത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷെ നിങ്ങളാലും കൂടി അല്ല, എല്ലായിടത്തും കണ്ണനുണ്ട് എന്നാണ് ഇവരും വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെന്തിനാണ് കണ്ണനെ കാണണമെന്ന് പറഞ്ഞ് ഗുരുവായൂരിലേക്ക് തന്നെ പോകുന്നതും 2 ദിവസം എനിക്ക് പോകാൻ അനുമതി തരണമെന്നും പറഞ്ഞത് എല്ലായിടത്തും ഉണ്ടെങ്കിൽ പിന്നെ എവിടെങ്കിലും നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? പറയിപ്പിക്കായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് പല മതത്തിൽപ്പെട്ടവരും കണ്ണനെ ആരാധിക്കും. The quality of your team members can either പരസ്യം വന്നതാണ്, ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. നമ്മുടെ സിജോടേതായതുകൊണ്ട് കണ്ണൻ എല്ലായിടത്തും ഉണ്ടെന്ന് പിന്നെന്തിനാണ് ഇവര് ഗുരുവായൂർ മതത്തിൽപ്പെട്ടവരും കണ്ണനെ ആരാധിക്കുന്നതൊക്കെ ആയിട്ട് ഞങ്ങളെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ കുറച്ചുപേര് വരണ്ട പോകണ്ട അങ്ങനെ കുറച്ചു പേരുടെ ഒന്നുമല്ല. കണ്ണൻ എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ്. ആർക്കും കണ്ണനെ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട്, നിനക്ക് കണ്ണനെ വരയ്ക്കുന്ന നേരം കൊണ്ട് എച്ചിൽ പാത്രം കൈ കൂടെ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് ചെയ്തൊരു ഹിന്ദു മതസ്ഥ എന്നോട് ചോദിച്ചതാണ്. അത് വോയിസ് എന്റെ കയ്യിലുണ്ട്, അറിയോ? അത് മുതലെടുക്കുകയാണ്. പലരും പല രീതിയിൽ കപടമായ രീതിയിലുള്ള ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയൊക്കെ പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതി വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യണത്. പക്ഷേ ആർക്കും എപ്പോഴും ആരാധിക്കാനും വിളിക്കാനും എല്ലാം സ്വാതന്ത്ര്യം നമുക്ക് നിയമപരമായി തന്നെ ഭാരതത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും എല്ലാം വന്നത്. നിയമപരമായി ഇവിടെ അധികാരമുണ്ട്. നാനാർത്ഥത്തിൽ ഏകത്വം എന്നാണ് പറയുന്നത് ഭാരതത്തിൽ. അതുപോലെ അന്വേഷിച്ച് നോക്കൂ, 11 വർഷമായി ഞാനിപ്പോ ഗുരുവായൂർ വന്ന് പോയിട്ടുണ്ട്. ഇന്ന് വരെ ഒരു 10 ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്തില്ല. ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു സ്ത്രീ അത്രയും ഉപദ്രവിച്ചത് കൊണ്ട് മാത്രം ആ സ്ത്രീയോട് ചോദിച്ചത്. എന്നിട്ട് പോലും ഞങ്ങളുടെ ഒരു മാന്യത വെച്ചിട്ട് ആ സ്ത്രീയുടെ മുഖം പോലും ഞങ്ങൾ പുറത്ത് കാണിച്ചില്ല. പിന്നീട് ഞാനാണ് വീഡിയോ ചെയ്തിട്ടത്. കാരണം അത്രത്തോളം ആ ഒരു ഭക്തയെ നമ്മൾ ആ ഒരു പവിത്രമായ ഭൂമിയിൽ നിന്ന് നശിപ്പിക്കരുത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീയുടെ ഫേസ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഞാൻ കാരണം അവർ ഗുരുവായൂർ വന്നിട്ട് അത്രത്തോളം അവർക്ക് ആ ഒരു ഇതിൽ എന്താ പ്രശ്നം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ആ പ്രശ്നം ഉണ്ടാക്കിയ ലേഡിയുടെ ഫേസ് പോലും കാണിക്കാൻ ഞാൻ തയ്യാറാവാതെ നിന്നത് എന്തുകൊണ്ടാ? പിന്നീട് ഇത് ആ ഒരു വിഷയം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ ലേഡിയുടെ ഫേസ് എടുത്തിട്ടത്. ശരി, ഞാൻ ഒരു ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ സമൂഹത്തിൽ ഇങ്ങനെ ഒരു പുരാതന വ്യക്തിയോട് ഒരു സ്നേഹം തോന്നിയിട്ട് അത് പ്രകടിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹം ജസ്നയോട് പെരുമാറിയതിനെ കുറിച്ച് ആദ്യം ഇവര് പുറത്തുവിടുന്ന ചിത്രങ്ങൾ ഇതായിരുന്നു, കണ്ടില്ലേ? ആദ്യം ഇവര് ഇതുപോലെ കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം മതം മാർക്കറ്റ് ചെയ്യാനും ഇസ്ലാം മത വിശ്വാസിയായ ഒരു സ്ത്രീ കണ്ണന്റെ ചിത്രം വരച്ചാൽ ഉണ്ടാകുന്ന വൈറൽ എങ്ങനെയായിരിക്കും എന്ന് ഇവർക്കറിയാം. അത് ബോധ്യപ്പെട്ടിട്ടാണ് ഇവർ ഈ മേഖല തിരഞ്ഞെടുത്തത്. എന്താണ് അവരോട് തിരിച്ചു പറയാനുള്ളത്? എന്താണ് ഈ സമൂഹത്തോട് ജസ്നയോട് ഇങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ വരരുത്, കണ്ടാൽ ചൂലെടുത്ത് അടിച്ചോടിക്കുന്ന പറയുന്നത്. ഈ പറയുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ചോദിക്കാനുള്ളത്. അനേകം കൃഷ്ണ കഥകള് യൂട്യൂബിന്റെ അകത്തുനിന്നും ഈ നിങ്ങൾ ആ കണ്ണന്റെ കഥകളിന്റെ അകത്തുനിന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അനേകം ആയിരക്കണക്കിന് 10,000 കണ്ണന്റെ കഥകളുണ്ട്. ഏതെങ്കിലും ഒരു ഭക്തക്ക് പരീക്ഷണമില്ലാത്ത കഥ ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ ഏതെങ്കിലും ഒരു വ്യക്തി കഥ പറഞ്ഞതോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരിയാണ്. ഇല്ലേ? ഞാൻ എന്ത് കപടം ഭക്തയാന്ന് പറയുന്നത്. 11 വർഷത്തിനുള്ളിൽ 1000-ന് പുറത്ത് ഫോട്ടോ വരച്ച് ഈ ബിസിനസ് ആണ് കൂട്ടുക. ഈ ബിസിനസ് ആണെങ്കിൽ പോലും ഈ കൈകൊണ്ടല്ലേ ഞാൻ കണ്ണനെ വരച്ചത്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത തൊഴിൽ ആരെങ്കിലും എടുക്കുവോ? ഒന്ന് ചിന്തിച്ചോളെ സുഹൃത്തെ. ഞാൻ മനസ്സറിഞ്ഞ് തന്നെയാ കണ്ണാന്ന് വിളിച്ച്. അല്ല, ഇഷ്ടമില്ലാത്ത തൊഴിൽ എടുക്കുമോ എന്ന് ഒരു ട്രോളുണ്ട്. ഒരു കുട്ടി ബാഗൊക്കെ വലിച്ച് പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ഞാൻ നിന്നെ പേറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോ ഈ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഒരിക്കലും വീട്ടില് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ വരുമായിരുന്നു. അവരുടെ പേര് രമണി എന്നാണ്. ഭർത്താവ് ആത്മഹത്യ ചെയ്തത്. 2 മക്കളുണ്ട്. അവരെന്നോട് പറയുമായിരുന്നു, ഓരോ വീട്ടിലും പോയിട്ട് ഇച്ചിരി വേസ്റ്റ് എടുക്കുന്ന സമയമുണ്ടല്ലോ, വല്ലാതെ കരഞ്ഞു പോകാറുണ്ട്. ഒരുപാട് പാഡുകൾ കിട്ടാറുണ്ട്, കുട്ടികളുടെ പാമ്പേഴ്സ് കിട്ടാറുണ്ട്. ഇതൊക്കെ എടുക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നും. ആരെങ്കിലും അധ്വാനിച്ച് ഒരു ദിവസം എനിക്ക് 50 രൂപ കൊണ്ട് തന്നിരുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ ബാക്കി റേഷൻ സാധനങ്ങളുമായിട്ട് ഒതുങ്ങി ജീവിക്കുമായിരുന്നു. ഒരിക്കലും ഞാൻ ആരാൻ്റെ വേസ്റ്റ് വരാൻ പോകുമായിരുന്നില്ല എന്ന്. അപ്പോൾ എല്ലാ ജോലിയും നമ്മൾ ഇഷ്ടപ്പെട്ടും ആസ്വദിച്ചും ചെയ്യുന്നതല്ല എല്ലാവരും. എങ്ങനെയെങ്കിലും ഈ ജോലിയുടെ സമയം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന ആളുകളിലെ, അപ്പോൾ അതൊക്കെ തെറ്റായിട്ടുള്ള ആശയങ്ങളാണ്. ഈ കരച്ചിലൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാണ്? പറയേണ്ടവർ കൃത്യമായ രൂപത്തിൽ കാര്യങ്ങൾ പറയും. ഇതൊക്കെ തന്നെ ഒരുതരം കാപട്യമാണ്. ഇവിടെ പെയിന്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ഒരു 5-6 കണ്ണന്മാര്
ഇവിടെ ഇരിക്കുന്ന എന്റെ സ്ഥലത്തുണ്ട്. ആ വീഡിയോ ലിങ്ക് അയച്ചു. രാവിലെ കുത്തിരിക്കുന്നുണ്ട്. രാവിലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. രാവിലെ 6 മണിക്ക് ഞാൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ പോകാൻ വേണ്ടിട്ട് എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ പറഞ്ഞയച്ച് അവരോടൊപ്പം ചായ കുടിച്ചതിന് ശേഷം എന്റെ ഈ പറഞ്ഞതോടും രാവിലെ ഞങ്ങളുടെ പരിപാടി കുളിച്ചിട്ട് ഞാൻ ഇവിടെ വരയ്ക്കാനിരിക്കും. പിന്നീട് ഞാൻ എഴുന്നേക്കപ്പോഴാണെന്നറിയോ, അസർ വാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഓരോ അസറും കൂടി ഒരുമിച്ച് നിസ്കരിക്കും. ഞാൻ എന്തിന് ബാക്കിയുള്ള സമയം മുഴുവനോ ഞാൻ ഇവിടെ കുത്തുന്ന വരി. കാപട്യം പൊളിഞ്ഞത് കണ്ടോ? കണ്ണൻ വിചാരിച്ചാലേ എന്റെ ജീവിതത്തിൽ എല്ലാം നടക്കൂ എന്ന് വിശ്വസിക്കുന്ന ഈ വ്യക്തി ഉച്ചയ്ക്ക് ളുഹറും നമസ്കരിക്കും, വൈകിട്ട് അസറും നമസ്കരിക്കും. രാവിലെ ചിത്രം വരയ്ക്കാൻ ഇരുന്നിട്ട് അസറിനു മാത്രം എഴുന്നേൽക്കുന്ന ഈ യുവതി ളുഹറും അസറും ഉച്ചയ്ക്കുള്ള നമസ്കാരവും വൈകിട്ടുള്ള നമസ്കാരവും ഒരുമിച്ച് നമസ്കരിക്കുമെന്നാണ് ഈ പറയുന്നത്. ഇതിൽ പറഞ്ഞ വാചകമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവേ, നീ കോപിക്കുകയും വഴിപിഴപ്പിക്കുകയും ചെയ്ത നസാറാക്കൾ, ബഹുദൈവ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, ഇവരുടെ കൂട്ടത്തിൽ നീ എന്നെ ആക്കല്ലേ അല്ലാ എന്ന് പ്രാർത്ഥിച്ച് അവരെ വഴിപിഴപ്പിച്ച, അവരെ കോപിച്ച അല്ലാ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങി വരുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് പോകില്ലെന്നേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇത് കാപട്യമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യം. എന്നിട്ട് യാസറിനെ നിസ്കാരം കഴിഞ്ഞ് രണ്ടാമതിരിക്കും. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ഇറച്ചും മീനും മേടിക്കും. എനിക്ക് മീനും മേടിച്ചാല് ഞാനത് കഴിച്ചാല് കുളിക്കണം. എനിക്ക് 2-3 പ്രാവശ്യം കുളിക്കാൻ ചെയ്യും. മുടിയൊക്കെ ഉണങ്ങാൻ തരുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ എന്താക്കുമെന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കാൻ. ഈ പുതിയ തന്ത്രം എന്തെന്നറിയാമോ? ഇന്നലെ നമ്മുടെ ശ്രീലാപിള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് തീരെ വൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കണ്ണനെ വരയ്ക്കുന്നതെന്ന്. ഇവര് വരയ്ക്കാനിരിക്കുന്ന രൂപമൊക്കെ ഇവര് തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മതി, ഞാനായിട്ട് അതിനെ വർണ്ണിക്കുന്നില്ല. ഇവരുടെ ആ രൂപം, ഇവരാ ഇരിക്കുന്ന ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർ ഈ പറയുന്നത് സത്യമാണോ എന്ന്. കുളിച്ചിട്ട് തന്നെയാണോ ഇവരിയ്ക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടും. ഞാൻ പറയുന്നില്ല. എന്നിട്ട് രാത്രി പിന്നെ മഗ്‌രിബിന്റെ ഇശാന്റെ നടുക്കല് രണ്ടെണ്ണം കൂടി ഒരുമിച്ച് നിസ്കരിക്കല്. ഇശാവ് വാങ്ങി കൊടുക്കാൻ നേരത്തെ ഞാൻ എന്താക്കും, മഗ്‌രിബ് നിസ്കരിച്ച് ഇശാവിന്റെ അടുത്തേക്ക് അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് അത് രണ്ടും കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കാൻ 10 മണി 11 മണിക്ക് രാവിലെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്ന ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കാൻ എഴുന്നേക്ക് 10-11 മണിക്കാണ്. ചിലപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, ചില പിന്നെയും വെള്ളം തിളപ്പിച്ച് ഞാൻ പോയി കുളിക്കും. എനിക്ക് തണുപ്പ് പ്രശ്നമായതുകൊണ്ട്. എന്നിട്ട് ഇത് ഹിന്ദുക്കളോടുള്ള ഇഷ്ടം കൊണ്ടോ കണ്ണനോടുള്ള താല്പര്യം കൊണ്ടോ ഭക്തി മൂത്തിട്ടോ അല്ല ജസ്നയ്ക്ക് വിദ്യാഭ്യാസം കുറവാണെന്ന് ജസ്ന പറയുന്നുണ്ട്. പക്ഷെ ജസ്നയ്ക്ക് വിവരമുണ്ട് കേട്ടോ. ആരോട് എങ്ങനെ പറയണം എന്നുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അറിയാം. കാരണം ഞാൻ കൃത്യമായി 5 നേരം നമസ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് വിശ്വാസികളെ കയ്യിലെടുക്കണം. അതുപോലെ ഞാൻ കുളിച്ചിട്ട് കണ്ണനെ വരയ്ക്കാൻ വേണ്ടി ഇരുന്നിട്ട് ത്യാഗം സഹിക്കുന്ന ഒരാളാണ് എന്ന് ഹിന്ദുക്കളെയും വിശ്വസിപ്പിച്ച് കയ്യിലെടുക്കണം. ഇതാണ് ലക്ഷ്യം. ഈ ഫ്ലേവിഡ് ഡയറീസ് കുറേ ആയല്ലോ ഒരേ പോസ്റ്റ് തന്നെ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നു. റിപ്പോർട്ട് അടിക്കാനും നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്നാ പിന്നെ റിപ്പോർട്ട് അടിച്ചിട്ട് ഇറങ്ങിപ്പോണം. അള്ളാഹുവില്ല, കണ്ണനില്ല, യേശുവില്ല, ദൈവമുള്ളതും ഉണ്ടാവേണ്ടതും മനുഷ്യന്റെ മനസ്സിലാണ്. ഒരു തവണ മാത്രം എഴുതിയാൽ മതി. നീ വായിക്കാനോ ഇറങ്ങിപ്പോടാം. ഇവിടെ വന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കാനാണ്. ഞാൻ ഇതുവരെ നിന്റെ കമന്റ് ഡിലീറ്റ് ചെയ്യാത്തതോ നിന്നെ ഹൈഡ് ചെയ്യാത്തതോ നല്ല ലക്ഷ്യമായിരിക്കും നിനക്ക് എന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ ഏതാണ്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ചിലപ്പോൾ പുലർച്ചെ വരെ 2 മണി വരെ 3 മണി വരെ എന്റെ വീഡിയോ എടുത്ത് 3 മണി വരെയൊക്കെ ഞാൻ ഇരുന്ന ദിവസങ്ങളുണ്ട്. എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് നമ്മൾ ഇരിക്കുക. വേണ്ട. ഇവരാരോടാണ് ഈ പറയുന്നത്? പണമുണ്ടാക്കാനുള്ള അത്യാഗ്രഹമാണ്. നിങ്ങൾ മോക്ഷത്തിന് വേണ്ടിയാണോ ഈ ചിത്രം വരയ്ക്കുന്നത്? ഇത് ഈ പെണ്ണിന് വെളിവില്ലേ? ഈ പെണ്ണിന് വിവരമില്ലേ? എന്തോ ഈ പെണ്ണി പറയുന്നത് മാധ്യമങ്ങളിൽ വന്നിട്ട്? ഇതൊക്കെ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ജനങ്ങൾ കാണുമല്ലേ? ഞാൻ നമസ്കാരം വരെ ഒരുമിച്ച് നിർവഹിച്ചിട്ട് തിന്നാതെ കുടിക്കാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിത്രം വരയ്ക്കുവാണ്. സൗജന്യമായിട്ടാണോ? കോടികൾ ഉണ്ടാക്കാനല്ലേ? ലക്ഷങ്ങൾ വാരി കൂട്ടാനല്ലേ? പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാ. ആ പണത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുമ്പോ അതിനിപ്പോ ഹിന്ദുക്കളൊക്കെ എന്ത് ചെയ്യണം? നിങ്ങളുടെ മുമ്പിൽ വന്ന് തൊഴുതു നിൽക്കണോ? നിങ്ങളുടെ കൈ കൊണ്ടാണ് കണ്ണനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈ ഇങ്ങനെ മുത്തി മണത്തണോ? ഹിന്ദുക്കൾ എന്ത് ചെയ്യണം? നിങ്ങളിൽ എത്ര പേര് കണ്ണന്റെ കൂടെ ജീവിതത്തിന്റെ 3/4 ഭാഗം ചെലവഴിക്കുന്നുണ്ടെന്ന് പെണ്ണ് ചോദിക്കുക ഇന്നലെ ഒരു വീഡിയോയില്. ആർക്കെങ്കിലും മോക്ഷം ഉണ്ടാക്കി കൊടുക്കാനാണോ? ആർക്കെങ്കിലും സൗജന്യമായിട്ടാണോ കൊടുക്കുന്നത്?
ശ്രീലാപിള്ള ഇന്നലെ പറയുന്നുണ്ടായിരുന്നു, അഭിലാഷ് നിങ്ങൾ എന്തിനാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്? വരുമാനത്തിന് വേണ്ടി. ഉസ്താദുമാരെന്തിനാ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്? വരുമാനത്തിന് വേണ്ടി. ഉസ്താദുമാരെന്തിനാ വഅ്ള് പരമ്പരകൾ നടത്തുന്നത്? വരുമാനത്തിന് വേണ്ടി. മദ്രസകളിൽ എന്തിനാ ഉസ്താദുമാര് കുട്ടികളെ പഠിപ്പിക്കുന്നത്? വരുമാനത്തിന് വേണ്ടി. അവരാരും ചെയ്യുമ്പോൾ ഒരു തെറ്റുമില്ല. ഞാനും പഠിച്ചത് ഇത് തന്നെയല്ലേ. മോക്ഷത്തിന് വേണ്ടിയല്ലല്ലോ ഈ കിടന്ന് വായിട്ടലയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ യൂട്യൂബിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുന്നതിന് എന്താ കുഴപ്പം? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹറാമും ഹലാലും ഇല്ലല്ലോ. ഹറാമും ഹലാലും ഉള്ള ഉസ്താദുമാര് മതത്തെ വിൽക്കുന്നില്ലേ? ആദ്യം അവരെ പോയി മര്യാദ പഠിപ്പിക്കച്ചല്ലേ. അപ്പൊ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇവര് പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇവര് തെരഞ്ഞെടുത്തിരിക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയുവാണ്, കണ്ടോ എന്റെ ശബ്ദം പോയി. നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് നേരം വെളുക്കുവോളം ഇരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടാ എനിക്ക് അത്രയ്ക്ക് നിങ്ങളോട് കൂറുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലേ? നിങ്ങൾ മോക്ഷത്തിന് വേണ്ടിയല്ലല്ലോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കില്ലേ? ചോദിക്കും, ഉറപ്പായിട്ടും ചോദിക്കും. എന്നാ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾക്ക് കിട്ടുന്ന അത്ര മൂല്യം എനിക്ക് കിട്ടുന്നില്ല. അത് പോട്ടെ, അതെന്റെ വിഷയമല്ല, അത് നമ്മുടെ പ്രശ്നമല്ല. കാരണം എപ്പോഴും റിപ്പോർട്ടുകളും കോപ്പിറൈറ്റുകളും കോപ്പി സ്ട്രൈക്കുകളും ഒക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു ചാനലാണ്. അതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഞാൻ അങ്ങനെ ഒരു പരാതി നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? കാരണം വരുമാനത്തിന് വേണ്ടിയല്ലേ ഇവള് വരയ്ക്കുന്നത്. അയ്യോ ഞാനിങ്ങനെ നിസ്കരിക്കാൻ പോകുന്നില്ല, ഞാൻ ഉണ്ണാൻ പോകുന്നില്ല, ഉടുക്കാൻ പോകുന്നില്ല, കുളിക്കാൻ പോകുന്നില്ല, നനയ്ക്കാൻ പോകുന്നില്ല, ഒന്നിന് പോകുന്നില്ല, രണ്ടിന് പോകുന്നില്ല, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നില്ല, മക്കളെ നോക്കുന്നില്ല, അത്രയ്ക്ക് ഞാൻ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് വരയ്ക്കുവാണ്, എന്നിട്ടും നിങ്ങൾ എന്നെ ഇത് പറയുന്നല്ലോ എന്നാണ് താത്ത ചോദിക്കുന്നത്. അല്ല, ഈ ബാലമാണി താത്താക്ക് വെളിവില്ലേ? നിങ്ങളല്ലേ അതിന്റെ മൂല്യം ഉണ്ടാക്കുന്നത്. ഇന്നലെ ശ്രീലാപിള്ള പറഞ്ഞു, ഒരു കല്യാണത്തിന് ഒരാൾ ഒരു പടം ഓർഡർ ചെയ്താല് ഇവർ അന്ന് അവർക്ക് കൊടുക്കില്ല അത്രേ. എന്ത് പറഞ്ഞാലും ഇവരിങ്ങനെ പറഞ്ഞ് ദിവസം നീട്ടിയിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് 20,000 40,000 ഒക്കെ വാങ്ങിക്കും അത്രേ. എന്നിട്ട് ഇവർ ആ കല്യാണത്തിന്റെ ഇവരുടെ വകയായിട്ട് സൗജന്യം കൊണ്ട് കൊടുക്കുന്നത് പോലെ കൊണ്ടു കൊടുക്കലും, ഒരു വീഡിയോ പിടിക്കലും, ഒരു റീൽസ് ഇടലും, ഒരു ഫോട്ടോ എടുക്കലും, ഇതാണ് ഇവര് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? പറയാ വൈകിട്ടാണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ സ്വയം ശരീരം നോക്കാതിരിക്കോ? ഞാൻ കണ്ണനെ, എനിക്ക് എത്ര വിഷമം വരുമ്പോ ഞാൻ കണ്ണനെ വരച്ചോളൂ, എന്നാ എന്റെ വിഷമം മാറും. മൂപ്പരിക്ക നിങ്ങൾ ശരിക്കും കാശ് സേവ് ചെയ്യുന്നുണ്ടോ? നല്ല പരസ്യമുണ്ട്. ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് എടുത്ത ഈ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറെ ജസ്നയുടെ ഫാൻസുകാർ വന്നിട്ടേ നല്ല തെറി പറയുന്നുണ്ട്. സാരമില്ല, ജസ്ന ഇനിയും കൂലിക്കെടുത്തതാണോ അതോ ഇനിയും ഇത് ജസ്ന മനസ്സാവാച അറിയാത്ത കാര്യമാണോ? എന്തായിരുന്നാലും നീയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഇവിടുത്തെ വിഷയമല്ല. ഈ കള്ളത്തിയെ, ഈ കാപഢ്യക്കാരിയെ തുറന്നു കാണിക്കേണ്ടത് ബാധ്യതയായതുകൊണ്ട് ഇനിയിപ്പോ നമസ്കരിക്കുന്ന കാര്യം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇത് തന്നെ മുസ്ലിങ്ങളെ കയ്യിലെടുക്കും. എത്ര കണ്ണീര് കണ്ണട മേലെ വീട് നിറഞ്ഞോ, എന്നിട്ട് ഇതേ കണ്ണൻ ചോദിക്കാൻ വരാത്തത്? ഇവർക്ക് പറയുന്ന കണ്ണവർ എത്രയോ മെസ്സേജ് രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം. അഭിലാഷ് സ്കൂളിലൊക്കെ പോയിട്ടുള്ള ആളാണോ? അല്പം വിവരമുള്ള ആളാണോ? ഞാൻ ഒരു വിഷയത്തെ കുറിച്ച് റിവ്യൂ ചെയ്യണം നീ കണ്ടിട്ടുണ്ടോ? നീ വെച്ച ആളാണോ ഞാന്? നീ വന്നൊരു ചോദ്യം ചോദിക്കുക, അത് ഞാൻ വായിക്കുക, നിനക്ക് ഉത്തരം പറയുക. അത് കഴിഞ്ഞിട്ട് നീ ഒരു ചോദ്യം ചോദിക്കാൻ ഉത്തരം, ഇത് ചോദ്യോത്തര വേദിയല്ല. 1. 2, വിഷയ സംബന്ധമായിട്ടൊരു കാര്യമാണ് ചോദിക്കേണ്ടത്. യേശുദാസ് എന്തിനാണ് ഗുരുവായൂരപ്പന്റെ കുറിച്ച് പാടുന്നതെന്നും അവിടെ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിനക്ക് മറുപടി പറയലാണോ എന്റെ ജോലി? അതാണോ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം? പറഞ്ഞു വിടാത്തതൊരല്പം മാന്യതയുണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഓക്കെ, എനിക്ക് വാട്സപ്പിന് മെസ്സേജ് വരും, ക്ഷമിക്കൂ കണ്ണൻ എവിടെ ഇടപെടും, ക്ഷമിക്കൂ കണ്ണൻ ഇടപെടും. എവിടെ ഇടപെടുന്നത്? ഇവര് പറയുന്നത് ആരോട് കൊണ്ടോ എന്നെ കുറിച്ച് അന്വേഷിക്കും. അങ്ങനെ ഒരു അന്വേഷണമെങ്കിൽ എന്നെ കുറിച്ച് വന്നാൽ മതി എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്നാ അറിയിച്ചിട്ട് സത്യാവസ്ഥ എന്റെ പുറകിൽ ആർക്കും ഉണ്ടോ? എന്റെ പുറകിൽ 2 മക്കളുണ്ട്, വേറെ ആരുമില്ല, കുടുംബമല്ല, ആരും ഇല്ലാതെ എന്റെ പുറകിൽ ആരുണ്ടെന്നാ പറയുന്നത്. ഒരു കൃഷ്ണൻ അവർ ചെയ്തതിന് മാത്രം അപരാധമായിട്ട് എന്തിനാ കണക്കാക്കുന്നത്? അത്രയ്ക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടില്ല ഞാൻ. ഈ പറയുന്നവരൊക്കെ കള്ളത്തരം പറഞ്ഞ് യൂട്യൂബിന്റെ അന്ന് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ അതാണോ ചെയ്യുന്നത്? ഞാൻ സത്യസന്ധമായിട്ടിരുന്നു ഞാനല്ല വരയ്ക്കുന്നതെന്ന് പറഞ്ഞു എന്റെ വീടും സാഹചര്യം ഒന്ന് വന്ന് നോക്കി. കള്ളത്തരം പറഞ്ഞ് യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്ന് പറയുമ്പോ നിങ്ങൾക്കും യൂട്യൂബിൽ ഇൻകം ഇല്ല. നിങ്ങളും കള്ളം പറഞ്ഞിട്ടാ യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കല്ലേ. ഞാൻ വരയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പേപ്പർ കാണിക്കും, വേറൊരു പേപ്പർ വെച്ച് വരയ്ക്കുന്നൊന്നും എന്റെ വിഷയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും കടക്കാത്തത്. ഒരു ചിത്രം വരയ്ക്കാൻ 3 ദിവസം വേണമെന്ന് പറയുന്ന നിങ്ങൾ 40 ദിവസം കൊണ്ട് 100 ചിത്രം വരയ്ക്കുന്നു. ഇതൊന്നും എന്റെ ടോപ്പിക് അല്ല. അപ്പോൾ കള്ളം പറയുന്നതും ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നതും ആരാണ് എന്ന് നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഫുള്ള് കണ്ണന്മാരാണ്. ഞാനല്ല വരയ്ക്കുന്നതെങ്കിലോ
എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് അറിഞ്ഞൂടെ? ഞാൻ എന്ത് തെറ്റാണ്? ഞാൻ കേക്ക് മുറിച്ചത് തെറ്റാണ്. ഞാൻ ക്ഷമ ചോദിച്ചു, അറിവില്ലായ്മോണ്ട് 11 വർഷമായി ഞാൻ വര തുടങ്ങിയിട്ട്. 11 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു ദിവസം പോലും ഞാൻ പോയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് സന്തോഷമായതുകൊണ്ട് കണ്ണനോടൊന്ന് പറഞ്ഞ് സമ്മതം മേടിച്ചിട്ട് ഞാൻ അറിവില്ലായ്മോണ്ട് അവിടെ ഒരു കേക്ക് കട്ട് ചെയ്തു. അറിവില്ലായ്മ കൊണ്ട് തന്നെ പറയാം, അത് തെറ്റാണ് എനിക്ക് തോന്നുന്നുണ്ട്. അത് മുട്ട ഉപയോഗിച്ച കേക്കാണ്. എനിക്ക് ഓക്കെ, എന്റെ മാനസികമായിട്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ചെയ്തത് തെറ്റാണിത്. മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ധൈര്യത്തിൽ കണ്ണന്റെ മുമ്പിൽ വെച്ച് ഞാൻ കട്ട് ചെയ്തു. ആ ഒരു തെറ്റ് ഞാൻ ചെയ്തു. എന്തിനാ എന്നെ ക്രൂശിക്കുന്നതെന്ന് അറിയില്ല ചേട്ടാ. ശരി, കണ്ണൻ കാണും, കണ്ണൻ കേൾക്കും, കണ്ണൻ നമുക്ക് മറുപടി തരും. എന്നെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കണ്ണൻ രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വാസം ഇസ്ലാമികമല്ല. കണ്ണൻ എന്ന് പറയുന്നത് ഷിർക്കാണോ, കൃഷ്ണൻ എന്ന് പറയുന്നത് ഷിർക്കാണോ എന്നല്ല ഇവിടുത്തെ വിഷയം. ഇസ്ലാം മത വിശ്വാസപ്രകാരം, ഖുർആനിന്റെ വിശ്വാസപ്രകാരം അല്ലാഹു അല്ലാത്ത ഏതൊന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവര് നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിച്ചാലും അതിന്റെ പേരാണ് ഇസ്തിഗാസ, സഹായം അഭ്യർത്ഥിക്കുക. അത് തെറ്റ് തന്നെയാണ്. ഇനി ഇവര് മറ്റൊരാളോട് പറയുന്ന ഒരു വോയിസും കൂടിയുണ്ട്. ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂർ ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായൂരിനോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. 11 വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ചേർത്ത് പിടിച്ചതിൽ ഒരു അർത്ഥമുണ്ട്. ഇടപെടണം, എനിക്ക് പേടിയില്ല. കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെയാണ്. ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണൻ ഒരിക്കലും ഉപദ്രവിക്കില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക കാലത്തൊക്കെ സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് കൊണ്ട് മാത്രമാണ്. ഇല്ലേ, ഞാൻ വെറും ഒരു മജീദിന്റെ മകളായിട്ടും സലീമിന്റെ ഭാര്യയായിട്ടും മാത്രമേ സമൂഹം അറിയുള്ളൂ. അപ്പൊ എന്നെ ഞാനാക്കിയ അല്ലെ എന്നിൽ ഒരു അർത്ഥം ഉണ്ടാക്കിയ കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ എനിക്ക് ആ ഒരു സന്തോഷം പങ്കിടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ജൂൺ 15-ാം തീയതി 12 മണിക്ക്, രാത്രി 12 മണിക്ക് ഞങ്ങൾ അതൊരു കേക്ക് കട്ട് ചെയ്യുന്നത്. അത് നടക്ക് പുറത്ത് നിന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തതും. അതിനെക്കാട്ടി ഉപരി അത് മുട്ട ഉപയോഗിക്കാത്ത കേക്കാണ് ഞാൻ അന്ന് കൊണ്ടുപോയത്. അപ്പൊ ഇപ്പൊ പലരും അവകാശപ്പെടുന്നു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അറ്റ്ലീസ്റ്റ് അവർ ഷോപ്പിൽ ഒന്ന് അന്വേഷിച്ചിട്ട്, വേണ്ട, നമുക്ക് ഇപ്പോഴത്തെ കാലത്തൊക്കെ സോഷ്യൽ മീഡിയ അല്ലേ, സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചൂടെ ഈ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഞാൻ അവിടെ മതസ്പർദ്ധ പുലർത്തുന്നു എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. എന്റെ അറിവിൽ ഞാൻ ഗുരുവായൂർ പോലെടുത്തിട്ട് 11 വർഷമായി. ഇതുവരെ ഞാൻ ആർക്കും ഒരു ഭക്തർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതുവരെ ഒരുപാട് ചിത്രങ്ങൾ കൃഷ്ണന്റെ വരച്ചിട്ടുണ്ട്. കണ്ണനെ അത്ര ഇഷ്ടപ്പെടുന്ന ജസ്ന വരച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ശരിക്കും ജസ്നയെ ലോകം അറിയപ്പെടുന്നത്. അതായത് കൃഷ്ണനെ വരയ്ക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള തരത്തിൽ. അപ്പം ഈ കൃഷ്ണ ഭക്തി ആയതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക എന്താ പറയാ ഒരു ആഗ്രഹമോ ഇഷ്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വപ്നമോ എന്തായിരുന്നു? എന്നെ വീട്ടിലെ കുട്ടിക്കാലം തൊട്ടേ കണ്ണാനാ വിളിക്കാം. അത് എല്ലാരും പറയുന്നത് ഗുണം സ്നേഹം കൊണ്ട് വിളിച്ചതല്ല, എന്നെ കളിയാക്കി വിളിക്കുന്നതായിരുന്നു കണ്ണ എന്നുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് വെറുത്തൊരു പേരായി കണ്ണനെ എന്നുള്ളത്. അപ്പൊ വർഷങ്ങൾക്കിപ്പുറം 2009 ആദ്യമായിട്ട് കണ്ണനെ കാണുന്നത്. കണ്ടു നോക്കുമ്പോൾ ഒരു കുഞ്ഞു വാവ, എന്ത് രസാ കാണാൻ. അപ്പൊ അത് കണ്ടപ്പോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ മൂപ്പരൊരു ഫാൻ ആവുകയായിരുന്നു. എനിക്ക് അതുവരെ ഗുരുവായൂർ അമ്പലത്തിലൊന്നും പോയിട്ടില്ല. എന്റെ ഹസ്ബൻഡിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോ എന്റെ വീട്ടിൽ തന്നെ കണ്ണാന്ന് വിളിച്ചിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം പറഞ്ഞില്ല. അപ്പൊ ഹസ്ബൻഡ് അവിടുന്ന് കണ്ണാന്ന് കയറി വിളിച്ചു. ഞാൻ ചോദിച്ചു, അല്ലേക്കാക്കെ വീട്ടിൽ നിന്നോ സൗകര്യം തന്നിട്ടില്ല, ഇവിടെ വന്നിട്ട് ഇതേ വിളി തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് നിന്നെ അല്ല, യഥാർത്ഥത്തിലുള്ള കണ്ണനെയാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതാ യഥാർത്ഥത്തിലുള്ള കണ്ണൻ എന്ന് പറഞ്ഞപ്പോ ആദ്യമായിട്ടാണ് ഞാൻ കണ്ണനെ കാണുന്നത്. അപ്പൊ ഞാൻ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാല് ഒരു ഉടുപ്പൊക്കെ ഇട്ട് കൊഞ്ഞു നിന്നിട്ട് ലഡു എടുത്ത് കഴിക്കാൻ ശ്രമിക്കുന്ന കണ്ണനെയാണ് ഞാൻ കണ്ടത്. അപ്പൊ ചോദിച്ചു, പഠിച്ചാനെ ഇത്രയും ഒരു കുഞ്ഞു വാവനെ വെച്ചിട്ടല്ലേ ഇത്രയും നാളത്തിൽ എന്നെ കളിയാക്കിയത്, ഇതിനായിരുന്നു ഞാൻ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് എന്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് ഫുള്ള് മുസ്ലിംസ് തിങ്ങി പാർക്കുന്ന രീതിയാണ്. ഇവിടെ വെച്ചാൽ ഒരുപാട് ഹിന്ദു മതസ്ഥർ തിങ്ങി പാർക്കുന്ന രീതിയാണ്. അമ്പലവും കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു അമ്പലം തന്നെ കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു ചടങ്ങുണ്ടല്ലോ, നാട്ടുനടപ്പുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ അടുത്ത വീട്ടിലൊക്കെ പോവുക എന്നുള്ളത്. അപ്പൊ എവിടെ പോകുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുക കണ്ണനുണ്ടോ. ആ വീട്ടിലെ പൂജാമുറി ഒന്ന് ഞാൻ പാർത്ത് നോക്കും, അവിടെ കണ്ണനുണ്ടോ എന്നറിയാൻ. കണ്ണനുണ്ടോ സ്പോട്ടിൽ കാക്കനെ വിളിക്കും, കാക്കയെ കണ്ണ ഇവിടെ ഉണ്ട് എന്ന്. അതിന് എനിക്കൊരു കൗതുകമായിട്ടായിരുന്നു വന്നത്. അങ്ങനെ 2013-14 കാലഘട്ടങ്ങളിൽ വെറുതെ ഒരു കൗതുകത്തിന്റെ പുറത്ത് വരച്ചൊരു ചിത്രം അത് ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകി. അവർക്ക് അതിനാൽ എന്തൊക്കെ നേട്ടം ഉണ്ടായി എന്ന് അവർ അവകാശപ്പെടുന്നു. അവരടുത്ത ആളോട് പാസ് ചെയ്ത് അങ്ങനെ എനിക്ക് ഓർഡർ വന്നു തുടങ്ങിയതാണ്. അങ്ങനെയാണ് എനിക്ക് ഇതിന്നൊരു വരുമാനം വന്നു തുടങ്ങി. ജസ്നയുടെ കയ്യിൽ നിന്ന് ചിത്രം വാങ്ങിയ ആളുകൾക്കൊക്കെ വന്ധ്യയായ സ്ത്രീ വരെ പ്രസവിച്ചു. ശങ്കരേട്ട പ്രസവിച്ചിരിക്കുന്നു. പിന്നെ വലിയ കാര്യം. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ആദ്യമായിട്ട് പോയതെന്തിനാന്ന് വെച്ചാല്, ഞാൻ ആദ്യമായിട്ട് കണ്ണനെ കണ്ട വീട്ടിലെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ വരുമാന മാർഗം നിനക്ക് കണ്ണനായിട്ടുണ്ട്, നീ അന്നടേ പോയിട്ട് കണ്ണനൊരു ഫോട്ടോ സമർപ്പിക്കണം, അതൊരു ചടങ്ങാ മോളെ എന്ന് പറഞ്ഞു. എനിക്ക് ഇതൊന്നും അറിയില്ല. അമ്മ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ അവിടെ പോയിട്ട് കണ്ണന് ഫോട്ടോ സമർപ്പിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഗുരുവായൂർ പോകുന്നത്. പിന്നെന്ന് വെച്ചാൽ എന്തൊരു സന്തോഷം വരുമ്പോ എന്തൊരു സങ്കടം വരുമ്പോ ആദ്യം ഗുരുവായൂർ നടയിലേക്കായിരുന്നു പോവാറ്. അത് മനസ്സ് പറഞ്ഞു പോയി. എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മൂമെന്റ് അവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും അങ്ങോട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്.
അപ്പൊ ഇതുവരെ എന്നെ കുറിച്ച് അവിടുന്ന് ഒരാൾക്ക് കംപ്ലൈന്റ് പറയാം. പിന്നെ ഇവർക്ക് പറയുന്ന നടയിൽ വെച്ചിട്ട് ഞാൻ ഫോട്ടോ സെയിൽ ചെയ്തെന്ന്. നടയിൽ വെച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലെങ്കിൽ എന്നോട് നമ്മള് SM സ്ട്രീറ്റിലൊക്കെ പോകുമ്പോഴേ, കോഴിക്കോടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തിരുവനന്തപുരത്താണെങ്കിൽ റൂബി നഗർ, അതിനകത്ത് നമ്മളിങ്ങനെ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്കിനും ഓരോരുത്തർ ഓരോ സാധനം കൊണ്ടുവന്നിട്ട് ചേച്ചി വേണോ വേണോ വേണോ. SM സ്ട്രീറ്റിലേക്ക് പോകുമ്പോഴത്തേക്കിന് 3 ടോപ്പ് 100, 3 ടോപ്പ് 100 എന്ന് വിളിക്കൂലേ, അതുപോലെ കണ്ണന്റെ ചിത്രം ഗുരുവായൂർ കൊണ്ട് നടന്ന് കക്ഷി അങ്ങ് കച്ചവടം ചെയ്യലായിരുന്നു. കുറച്ച് ഭക്തർ പറയുന്ന അനുഭവങ്ങൾ മാത്രം. എനിക്ക് ഗുരുവായൂർ വെച്ച് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ പുറം ലോകത്തിനോട് പറയുമ്പോൾ പറയും ഭ്രാന്താണെന്നുള്ള തോന്നലാണെന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് അവിടെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പലരും എന്നോട് ചോദിക്കും ഗുരുവായൂർ നടയിൽ വെച്ചിട്ട് ഫോട്ടോ തരാൻ പറ്റുമോ. അപ്പൊ എനിക്ക് എന്ത് സന്തോഷം. ഇവർക്ക് ബിസിനസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, പക്ഷെ ഞാൻ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. കാരണം ഈ കാരണമാണ് ഞാൻ ഇങ്ങനെ, അല്ല എന്നൊരാൾ എന്ത് സന്തോഷം എന്ന് മനസ്സിലായി. ഒരു ചിത്രം പോയാൽ പൈസയാണ് ഈ കയ്യിൽ വരുന്നതേ. മണി വന്നാൽ ആർക്കെങ്കിലും സങ്കടം ഉണ്ടാവൂ? നേരം വെളുക്കുവോളം ഇരുന്ന് വിൽക്കും. വേണമെങ്കിൽ പണം വരുന്നതിന്റെ സന്തോഷം. ഒരു ചിത്രം തരുമോ? ഇന്നുണ്ട്, ഒരു 15 മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. 75,000 രൂപയ്ക്കാണ് ഒരു ചിത്രം വരച്ചു. അത് കണ്ടപ്പോഴത്തേക്കിന് അടുത്തൊരാളും പണം ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഇത്രയും വലിപ്പത്തിലുള്ളൊരു ചിത്രം വരച്ചോളാം പറഞ്ഞത്രേ. ഇങ്ങനെ കൂടുതൽ കൂടുതൽ പൈസ കിട്ടുവാണ്, സന്തോഷം മാനിക്കുന്നത് എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ ഇപ്പൊ ജസ്ന കാര്യങ്ങളൊക്കെ ഭയങ്കര മാറി മറിയുകയാണ്. ജസ്ന സ്ഥിരമായി ഗുരുവായൂർ പോയിരിക്കുന്നത് തന്നെ വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്നു. മാത്രമല്ല അതിനെതിരെ അന്വേഷിക്കാൻ ഏജൻസികൾ വരുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. വാർത്തകൾ സത്യമാണോ എന്നറിയില്ല. ഏജൻസികൾ ആരെങ്കിലും വരണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം നമ്മുടെ ഭക്തിയോട് മാത്രമേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഈ ഒരു വിഷുവിന് പോയ സമയത്ത് അവിടെ വിഷു ഉണ്ടായി. അത് മനഃപൂർവ്വം കണ്ണനോട് ഭയങ്കര ഭക്തിയാണ്. ഗുരുവായൂർ പോയി നമസ്കരിക്കുവോ? നാളെ ഇനി മുസല്ല ഇടുവോ? ഒരു സംശയം ചോദിക്കട്ടെ. നാളെ പർദ്ദയും മക്കനയും ഇട്ടൊരു സ്ത്രീ കണ്ണന്റെ ചിത്രം വരച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറണമെന്ന് പറഞ്ഞാൽ ജസ്നയെ കയറ്റിയവർ നിങ്ങൾ കയറണ്ട എന്ന് പറയാൻ പറ്റുമോ? നമസ്കരിക്കാൻ ബാങ്ക് വിളിക്കുന്നു, ഞങ്ങൾക്കൊരു മുസല്ല ഇവിടെ ഇട്ടു തരണമെന്ന് പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഇല്ല, അത് പറ്റില്ലെന്ന് പറഞ്ഞാൽ നിർമ്മല കോളേജിലെ പ്രതിഷേധിച്ച കുട്ടികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ പോപ്പുലേഷനായില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തു പറയാൻ പറ്റും? ഞങ്ങളിപ്പോൾ പഴയതുപോലെ ന്യൂനപക്ഷമല്ലല്ലോ, ഞങ്ങൾ ഭൂരിപക്ഷമായിട്ടില്ലേ, എന്തേ ഞങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റാത്തത് എന്ന് ചോദിച്ച് ഗുരുവായൂർ അമ്പല നടയിൽ വന്ന് നിർമ്മല കോളേജിലെ പോലെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ഇവരതിന് നേതൃത്വം വഹിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തീർത്തതോ അല്ലെ അമ്പലനടയാണ് മനസ്സിലാവാത്ത പെരുമാറിയതോ ഒന്നല്ല. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ എന്റെ സഹോദരനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി മാറ്റി സോഷ്യൽ മീഡിയ. അപ്പൊ സഹോദരൻ എന്ന് പറയുമ്പോൾ ജസ്നയ്ക്ക് സഹോദരൻ ഇല്ല എന്നാണ് ജസ്ന പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് പെട്ടെന്നൊരു സഹോദരൻ പൊട്ടിമുളച്ചത്? അങ്ങനെ വരുമോ? അല്ലെങ്കിൽ പിന്നെ പറയണം ഉമ്മയുടെ വയറ്റിൽ ജനിച്ചതല്ല, ഞങ്ങൾ കർമ്മം കൊണ്ട് സഹോദരങ്ങളാണ്. സമ്മതിക്കുന്നു, എല്ലാ ബന്ധങ്ങളും കർമ്മം കൊണ്ടുണ്ടാകുമല്ലോ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ സിനിമയിലൊക്കെ ഓരോരുത്തർ അഭിനയിക്കുന്നതെന്ന് വെച്ച് അവർക്ക് അവരുടെ ഭാര്യമാരാകും. ഇവന്റെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും, റീൽ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. എനിക്കൊരു പേരെന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ. അപ്പൊ ഇതൊക്കെ അഭിനയം മാത്രമാണെന്ന്. സിനിമയിൽ ഇപ്പോ ബോയിങ് എത്ര ഭാര്യമാർ, എത്ര കാമുകിമാർ, ഇതൊക്കെ ശരിയാകുമോ? അപ്പൊ അവന്റെ കൂടെ അഭിനയിച്ച് നടക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കേണ്ടെന്ന്. ശരി, ഒരു വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നിൽക്കാമല്ലോ അല്ലെ. എന്റെ ചേച്ചിയുടെ മകന്റെ കൂടെ നിൽക്കാറുണ്ട്. നമുക്ക് ഒരാൾ എന്നുള്ള രീതിയിൽ അത് സോഷ്യൽ മീഡിയ എന്റെ ഭർത്താവാക്കി എടുത്തു. അപ്പൊ ഞാൻ സ്വയം പരിചയപ്പെടുത്തി ഇവർക്ക് എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇത് എന്റെ അനിയനാട്ടോ. അതല്ലാതെ ഞാൻ സോഷ്യൽ മീഡിയയുടെ മുമ്പിലും പ്രസ് മീറ്റ് വരെ നടത്തി ഞാൻ പറഞ്ഞു അവൻ എന്റെ അനിയനാണ്. കാരണം അവന് ഹിന്ദു ആയതാണ് എല്ലാവർക്കും വിഷയം. അപ്പൊ അവന്റെ ഫാദർ മുസ്ലിമാണ്, മദർ ഹിന്ദു ആണ്. അപ്പൊ അവന്റെ അച്ഛൻ പള്ളി. ശ്രദ്ധിച്ചോ, ജസ്നയുടെ ഫാദർ മജീദ് മുസ്ലിമാണ്, ഇവൻ സഹോദരനാണ് എന്നാണല്ലോ ഇതുവരെ പറഞ്ഞത്. ഇപ്പൊ എന്താ പറഞ്ഞേ? സഹോദരനാണെന്നാണ് പറഞ്ഞത്. ഇതാ ഞാൻ പറഞ്ഞത്, കളവുകളാണ് ഈ പറയുന്നത് എന്ന്. കേട്ടോ, അച്ഛൻ പള്ളി പോകുന്നത് കണ്ടില്ല, അമ്മ അമ്പലത്തിൽ പോകുന്നത് കണ്ട് അമ്മന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടമായി. അവൻ ആ മതം സ്വീകരിച്ച് കുട്ടിക്കാലം തൊട്ടേ അവന് ഹിന്ദുവായി വളരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവനും അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവായിട്ട് നടക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടു. അപ്പൊ അതിന്റെ താഴെ ഒരു സ്ത്രീ വന്നിട്ട് വളരെ മോശമായിട്ട് ഞങ്ങളെ കുറിച്ച് ഒരു കമന്റ് ഇട്ടു. അപ്പൊ ഈ സ്ത്രീ നമ്മൾ പ്രൊഫൈൽ എടുത്ത് നോക്കില്ല, അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. ജസ്നയുടെ ഉമ്മയും വാപ്പയും മുസ്ലിങ്ങളാണ്. ഇത് ജസ്നയുടെ അനിയനാണ്, സഹോദരനാണ്. പക്ഷേ ഈ യുവാവിന്റെ വാപ്പ മുസ്ലിമാണ്, സ്ത്രീ ഹിന്ദുവാണ്, അമ്പലത്തിൽ പോകുന്ന ആളാണ്. എങ്ങനെയുണ്ട്? സമയത്ത് ഈ സ്ത്രീ അവിടെ ഉണ്ട്. ഈ
സ്ത്രീ നിരന്തരമായിട്ട് എന്നെ അവനെയും ഫോക്കസ് ചെയ്തിട്ട് വീഡിയോയും ഫോട്ടോസും എടുക്കുക. എന്റെ ഇഷ്ടം പോലെ വീഡിയോയും ഫോട്ടോസും അറിയുന്ന ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട്. നമ്മളോട് ഒരു പെർമിഷൻ ചോദിക്കും ഇല്ലേ? അത് സ്വാഭാവികമായിട്ടും ചെയ്യുന്നതാണ്. ഓക്കെ, ഈ സ്ത്രീ അങ്ങനെ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ടേച്ചതാണ്. പക്ഷെ എന്റെ അനിയൻ ഫോൺ എടുത്ത് തുറന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ എടുക്കുകയാണോ ചോദിച്ച സ്ത്രീ. അപ്പോൾ ഇതാ ഞാൻ ലോക്ക് തുറന്ന് കാണിച്ചു തരാം, ഞാൻ വീഡിയോ എടുക്കുന്നതല്ല എന്ന് പറഞ്ഞു. അതിന്റെ പുറത്ത് ആ സ്ത്രീയാണ് പ്രശ്നം തുടങ്ങിയത്. അതെല്ലാം കൂടി മാറി മറിഞ്ഞ് ജസ്റ്റിനെ കലാപം തീർക്കാൻ പോയി എന്നാണ്. അതല്ല, ഇപ്പോ ഞാൻ പുറത്തു പോകാറുണ്ട്, ചില വളരെ നിർണായകമായ സാഹചര്യങ്ങളിൽ മാത്രം പോകാറുണ്ട്. അങ്ങനെ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഒരുപാട് ഭീഷണികളും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ പല ആളുകളും എൻ്റെ വീഡിയോസ് എടുക്കാറുണ്ട്, എൻ്റെ പെർമിഷനോട് കൂടിയല്ല. പൊതു പ്രോഗ്രാമിന് പോകുമ്പോൾ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ അവർ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കും. ചിലർ വന്ന് നമ്മളോടൊരു സെൽഫി എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും. അവരോടൊക്കെ തിരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവരാണല്ലോ നമ്മളാക്കിയത്. അപ്പോഴും ഞാൻ വിചാരിക്കണത് ഇത് നമ്മുടെ ഒരു വ്യൂവറാ, അത്രയേ ഉള്ളൂ ചിന്തിക്കാൻ. അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മളെ ആളുകൾ അറിയുന്നത്, അത്രയേ ഉള്ളൂ കാര്യം. ഇത് അവർ വീഡിയോ എടുത്തതിൻ്റെ പേരിൽ ഗുരുവായൂർ അമ്പലം, നമുക്കറിയാം കഅബ മുസ്ലിങ്ങൾക്ക് പ്രധാനപ്പെട്ട ആരാധനാലയമാണ്. അതിനകത്ത് കിടന്ന് എന്തെങ്കിലും തല്ലും പിടിയും തർക്കം കൂടിയാ തല വെട്ടിയെടുത്ത് താലത്തിനകത്ത് അടുക്കി വെക്കും വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ മതവികാരം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറി ചെന്ന് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അത് മറ്റേ വിഭാഗത്തിലുള്ള ആളുകളും കൂടി ഏറ്റുപിടിച്ചിരുന്നെങ്കിലോ അവർ ക്ഷമിച്ചത് കൊണ്ടല്ലേ ആ പ്രശ്നം എങ്ങും എത്താതെ അത് യോജിച്ചങ്ങ് പോയത്, കോംപ്രമൈസ്ഡായിട്ട്. ഈ പയ്യൻ സംസാരിച്ച അതേ വൈകാരികതയിൽ എതിർകക്ഷിയും സംസാരിച്ചെങ്കിലും ഇവർ കുറെ പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിയാൽ പോയത് തല്ലുണ്ടാക്കാൻ കണക്കാക്കി തന്നെ. അപ്പൊ അങ്ങനെയല്ലേ അടിയും വിരോധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് ഒരു മീഡിയന്റെ മുമ്പിൽ നിങ്ങളോടായിട്ട് തുറന്നു പറയാണ്, ജസ്റ്റ് ഇനി ഗുരുവായൂർ പോയിട്ട് ആർക്കും ഒരു വിഷയം ഉണ്ടാവില്ല. ഞാൻ ഇനി ഗുരുവായൂർ ഇത് തന്നെയല്ലേ നിങ്ങളോടായിട്ട് തുറന്നു പറയുവാണെന്ന്. ഇത് തന്നെയല്ലേ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇവരിടുന്ന വീഡിയോസ് എല്ലാം. ഞാൻ ഇനി ഗുരുവായൂർ വരത്തില്ല, എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, അശുദ്ധമായെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, 2 ദിവസം പോകാൻ അനുമതി തരണം. ഇപ്പൊ പറയാം നിങ്ങളോടായതുകൊണ്ട് പറയുകയാണെന്ന്. പോകുന്നില്ല, പോകും വർഷത്തിൽ 2 പ്രാവശ്യം. അത് നിങ്ങൾ എല്ലാവരും എനിക്ക് പെർമിഷൻ തരണം. ഒരു ചടങ്ങെന്ന പോലെ ഞാൻ എല്ലാ വർഷവും ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കാറുണ്ട്. ആ ഒരു ഫോട്ടോ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന ആ 2 ദിവസം ഒന്ന് സമ്മതം തന്നേക്കണേ എന്ന് നിഷ്കളങ്കയാണ്. ഗുരുവായൂർ പോകും. അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ആ പവിത്രമായ ഭൂമി ഒരിക്കലും മോശമാവുകയും എന്റെ പേരിൽ കണ്ണനെ വെച്ചിട്ട് ഇങ്ങനെ നിരന്തരം പറയുമ്പോൾ എനിക്കൊരു മാനസിക വിഷമമുണ്ട്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്തൊരു ക്ഷേത്രമാണ് ഗുരുവായൂർ എന്നുള്ളത്. അതായത് ഇതുവരെ ദാസേട്ടന് പോലും പെർമിഷൻ കിട്ടാത്ത, അതായത് നമ്മൾ പറയുന്നത് ദാസേട്ടന് ഗുരുവായൂർ അമ്പലനടയിൽ കാണാൻ ആഗ്രഹമുള്ള ഇതുവരെ കിട്ടാത്ത. പക്ഷെ ജസ്നയ്ക്ക് എങ്ങനെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ കയറാൻ പറ്റിയത്? ഞാൻ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് പറയുന്നിടത്ത് വരെ പോകും. ഞാൻ ആ ഭണ്ഡാരത്തിന്റെ അടുത്ത് വരെ പോകുന്നുള്ളൂ, ഇന്നേ വരെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. ഞാൻ ആ ഭണ്ഡാരത്തിന്റെ അടുത്ത് വരെ പോകുന്നുള്ളൂ, ആ വിളക്കിന്റെ അടുത്ത് വരെ. അതാണ് എല്ലാവർക്കും വിഷയം. ഞാൻ അവിടെ പോയിട്ട് ആരെയും ദ്രോഹിക്കുന്നില്ല, ആരോടും ഒന്നും നിന്നിട്ടില്ല. ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് ആ ലേഡി അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇന്നേ വരെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആദ്യം കണ്ണന്റെ അടുത്ത് പോയി പറയും. അത് ഇവരൊക്കെ പല രീതിയിലാണ് അത് വ്യാഖ്യാനിക്കുന്നതേ ഉള്ളൂ. ജസ്ന ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പം അവർ പറയുന്നത് അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്താൻ ജസ്ന ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ ജസ്നയുടെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നപ്പോൾ ജസ്നയെ കാണാൻ 3 പേരാണ് പ്രധാനമന്ത്രി എന്ന് സന്ദർശിച്ചത്. അതിലൊരാൾ ജസ്നയായിരുന്നു. ശരിക്കും കണ്ണനെ വരച്ചതിലൂടെ തന്നെയല്ലേ ഈ പ്രധാനമന്ത്രിയെ കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയത്? തീർച്ചയായിട്ടും. ഇനി പ്രധാനമന്ത്രി എന്നില്ല, ഇന്ന് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ കാരണവും കണ്ണൻ തന്നെയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഈ മതത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മതസ്പർദ്ധ പരത്താനോ അല്ലെങ്കിൽ എനിക്ക് ഇതിനു മുമ്പ് ഒരു ഹണി ട്രാപ്പുകാരി എന്നുള്ളൊരു പേരുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, എനിക്ക് മതപരമായിട്ട് അല്ലെ വർഗീയവാദിയാണ് ഞാനെങ്കിൽ എങ്ങനെയാണ് എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിനെ കാണാനുള്ള ഒരു അവസരം തരിക? നമ്മളെ കുറിച്ച് A to Z SPG-ക്കാർ അന്വേഷിച്ചതിന് ശേഷം അത് സുരേഷ് ഗോപി റെക്കമെൻഡ് ചെയ്താലും ആര് തന്നെ റെക്കമെൻഡ് ചെയ്താലും നമ്മളെ കുറിച്ച് നമ്മുടെ അതാതായ സ്റ്റേഷനിൽ നമ്മുടെ നാട്ടിലും ഒക്കെ ഫുൾ അന്വേഷിച്ചിട്ട് ഇപ്പം നമുക്കൊരു മാരകായുധമായിട്ട് ചിലപ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോയി എന്ന് വരില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് പല തവണകളിലായിട്ട് നമ്മളെ അടുത്ത് എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് പ്രധാനമന്ത്രിനെ ഒന്ന് കടിച്ചാലോ, എനിക്ക് മാനസികമായിട്ട് എന്തോ വിഷയം ഉണ്ടോ എന്നുള്ളത് വരെ അവർക്ക് അന്വേഷിക്കണ്ടേ? അത്രത്തോളം നമ്മളെ കുറിച്ച് A to Z അന്വേഷിച്ചതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തിനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചൂടെ, ഞാൻ അങ്ങനെ ഒരു മതസ്പർദ്ധ പുലർത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്റെ പുറകിൽ ആർക്കോ ഉണ്ടെങ്കിൽ ഇതിന് മുമ്പേ ഇവരൊക്കെ കണ്ടുപിടിക്കൂലേ? എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ഇവരൊക്കെ പറയുന്നത് പോലെ എന്നെ കുറിച്ചൊരു അന്വേഷണം വരണം, എന്റെ നിരപരാധിത്വം തെളിയണം. കാരണം എന്റെ പുറകിൽ 2 ആൾക്കാർ, എന്റെ 2 മക്കളാണ്, ഒന്ന് 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്നത്, വേറെ ആരും ഇല്ല. ജസ്നെ പോലെ ഒരു മുസ്ലിം ആയ സ്ത്രീ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു നിങ്ങൾക്ക് വിഗ്രഹാരാധന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരാധന പോലും പാടില്ലാത്ത നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്വന്തം മതവിഭാഗത്തിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടില്ലേ ജസ്ന? ഇപ്പൊ സ്വന്തം മതവിഭാഗത്തിൽ നല്ല എനിക്ക് വരുന്നത്
ഇനിയിപ്പം അത് എന്റെ മതത്തിൽ അങ്ങനെ വിഗ്രഹാരാധനയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളും പാടില്ല എന്നാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളൊക്കെ എത്ര ആക്ടേഴ്സിനെ അല്ലെങ്കിൽ എത്ര ആൾക്കാരെ നമ്മൾ ഫാനായിട്ട് കണക്കാക്കുന്നുണ്ട്? ശരിക്കും നമ്മളിപ്പോ ഞാനൊരു ഭാര്യയാണ്, ഞാനിപ്പോ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഫാനാക്കി കാണുന്ന വെച്ചാൽ എന്റെ ഭർത്താവിനോട് ചെയ്യുന്ന ശരിക്കുള്ള തെറ്റല്ലേ? ഞാൻ അദ്ദേഹത്തെ അല്ലേ ഫാനാക്കി കാണുന്നത്? അതേപോലെ എന്റെ മതത്തിൽ പാടില്ലെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും വിവരമില്ലായ്മ ഉണ്ട് കേട്ടോ. നമ്പർ 1 വിവരദോഷിയാണ് പെണ്ണ്. സംസാരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കാണുമെന്ന്. ഇല്ല, താരാരാധനയും മറ്റേ ആരാധനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് മമ്മൂട്ടിയെ രണ്ടും രണ്ടാണ്. മമ്മൂട്ടിയുടെ അഭിനയ മികവ് കണ്ടിട്ട് നമുക്ക് അവരോട് ആഗ്രഹം തോന്നുന്നതാ, സന്തോഷം തോന്നുന്നതാ, ഒരു ഇഷ്ടം തോന്നുന്നതാ, ഒരു അടുപ്പം തോന്നുന്നതാ. സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ കാണാതെ നമ്മളെ കാണുന്ന നമുക്ക് സകലതും നൽകുന്ന ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള വിശ്വാസം. അപ്പൊ കണ്ണനെ ഇവര് വിശ്വസിക്കുന്നത്, കണ്ണൻ വിചാരിച്ചാൽ എന്തും സാധിക്കും, എൻ്റെ സന്തോഷവും എൻ്റെ സങ്കടവും ഞാൻ അർപ്പിക്കുന്നത് കണ്ണനിലാണ്. ഇത് ഇസ്ലാം മതവിശ്വാസത്തിനെതിരാണ്. ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അത് കണ്ണനാണ് എന്ന് പറയുന്നതിൽ എനിക്കൊരു വിരോധം ഇല്ലാഞ്ഞിട്ട് ഞാൻ അത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പലരും പറയുന്നത് എനിക്ക് ബിസിനസ് ആണെന്നാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെടുത്ത്, അങ്ങനെ ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങളൊന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കി എന്നെ കുറിച്ച് എന്തൊക്കെ പറയുന്നത്. ഈ നാട്ടിൽ വേറെ ജോലി കിട്ടാനില്ല. എന്റെ വാപ്പ എനിക്ക് കുഞ്ഞിലേ തന്ന ഒരു ഉപദേശം എന്താണെന്നറിയോ? നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ ലോകത്തിന്റെ ഏതൊരു കോണിൽ പോയാലും നമ്മൾ പട്ടിണി എടുക്കൂല എന്ന് പറഞ്ഞിട്ട് എന്റെ വാപ്പൻ ആദ്യം ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്റെ വാപ്പ ഒരു ഡ്രൈവറാണ്. ഏതൊരു കോണിൽ പോയാലും നമുക്ക് വിദ്യാഭ്യാസം വേണ്ടാത്ത, നമുക്ക് നമ്മളെ അത് ജനറൽ ഇത് നോക്കാതെ ആണാണോ പെണ്ണാണോ എന്ന് നോക്കാത്ത നമുക്ക് തരാവുന്ന ഒരു ജോലി എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഹെവി ലൈസൻസ് വരെ ഉള്ള ഒരാളാണ്. ഇപ്പോഴത്തെ കാലത്ത് ഹെവി ലൈസൻസ് ഉള്ള ഒരാൾക്ക് കളക്ഷൻ പത്തയാണ്. നല്ലൊരു പൈസ എനിക്ക് ഡെയിലി ഉണ്ടാക്കാം. എനിക്ക് അങ്ങനെ ഒരു ഡ്രൈവറായി പോവുകയാണെങ്കിൽ എന്റെ ഇഷ്ടപ്പെട്ട ജോലി പോലും മാറ്റി വെച്ചിട്ട് കണ്ണനെ എന്ന് പറഞ്ഞ് നടന്നിട്ട് എനിക്ക് കിട്ടിയ സമൂഹം തന്ന ഒരു കാര്യമാണ്. ഡ്രൈവിങ്ങിന് പോയാൽ എത്ര രൂപ ശമ്പളം കിട്ടും ജസ്ന? കണ്ണന്റെ ചിത്രം വരച്ചാലോ എത്ര രൂപ കിട്ടും? പണം കിട്ടുമെങ്കിൽ നമ്മൾ ആ മേഖലയെ തിരഞ്ഞെടുക്കുള്ളല്ലേ. ഇതിനോടൊന്നേ പറയുള്ളൂ, ഇനി ഞാൻ കാരണം ഗുരുവായൂർ നട, ആ പവിത്രമായ നട അശുദ്ധിയാകൂല. ഞാൻ വർഷത്തിൽ 2 പ്രാവശ്യം പോകും. ഇതിനിടയ്ക്ക് 2 അലിഗേഷൻ വന്നതായിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിയുടെ വീഡിയോ ചിത്രീകരിച്ചു സംതിങ്. അത് എന്തായിരുന്നു അലിഗേഷൻ? അതൊന്നും എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ തന്ത്രിയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് തന്ത്രിന്റെ അടുത്ത് ഓരോ വീഡിയോ ഞാൻ ചെയ്യാറ്. തന്ത്രി എനിക്ക് ദക്ഷിണ മറ്റേ വിഷുവിന് കൈനീട്ടം തരില്ലേ, അതൊക്കെ എടുത്തിട്ട് അല്ലാതെ ഞാൻ തന്ത്രിയുടെ മോശമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാതെ ഒരു വീഡിയോ എടുക്കുക ഇന്നേ വരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന ജസ്നയുടെ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇടപെടുന്ന തരത്തിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വരുമെന്ന തരത്തിലാണ് വരുന്നത്. പടച്ചവനോട് ഞാൻ ദുആ ചെയ്യുന്നത് അല്ലെ കണ്ണനോട് ഞാൻ ദുആ ചെയ്യുന്നത് ഇടപെടണം. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഞാൻ ഇത്രയും കാലം പടച്ചവനോട് ദുആ ചെയ്യുന്നത്, കണ്ണനോട് ദുആ ചെയ്യുന്നത് എന്താണ്? ഇതെങ്ങനെയാ ശരിയാകുക? ഇതല്ലേ പച്ചയായ കാപട്യം അല്ലേ? ഈ പെണ്ണാട്ടി മുടി കാപട്യക്കാരിയാ. 11 വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആ ചേർത്ത് പിടിച്ചതില്ല ഒരർത്ഥമുണ്ട്. ഇടപെടണം, എന്റെ നിരപരാധിത്വം തെളിയണം. അപ്പൊ ഇതുവരെ എത്രത്തോളം പടങ്ങൾ ജസ്ന വരച്ചിട്ടുണ്ട് കണ്ണന്റെ? ഞാൻ 1000-ന് പുറത്ത് ഫോട്ടോസ് വരച്ചിട്ടുണ്ട്. അപ്പം അതിലിപ്പം പലരും പറയുന്ന ഫോട്ടോ കോപ്പിയാണ്, 1 വരയ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വരയ്ക്കുന്ന ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള വീഡിയോ ഇത് 30 സെക്കൻഡ്. നമ്മളിപ്പോ ഒരു മണിക്കൂർ വീഡിയോ അപ്പൊ നമുക്കൊരു 30 സെക്കൻഡ് ആക്കണം, സ്പീഡിൽ ഇടണം, ഒരു റീൽ ഇടണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ റീൽ ഇട്ടതൊക്കെ ഞാൻ എന്തോ അടിയിൽ എന്തോ വെച്ച് വരയ്ക്കുകയാണെന്ന് പറഞ്ഞിട്ട് ലൈവായിട്ട് ഞാൻ വരച്ചു 23 സെക്കൻഡ് അല്ലെ 23 സെക്കൻഡ് എങ്ങാണ്ട് ഉള്ള ഒരു വീഡിയോ വരെ ഞാൻ യൂട്യൂബിന്റെ അകത്ത് പോസ്റ്റ് ചെയ്തു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വരയ്ക്കുന്നത്, കളത്തരം പറയില്ലല്ലോ. അപ്പൊ അതിന് പറഞ്ഞെന്താണെന്നറിയോ, എന്താ തുണി വെച്ചിട്ടാണ് ഞാൻ അടിയിൽ വെക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് അതിന് എന്തോ കോപ്പി കൊണ്ട് നോക്കിയിട്ട് വരയ്ക്കാണ്. എന്ത് തുണി വെച്ചിട്ട് എന്നാ പറയുന്നത്, എന്ത് കോപ്പി എന്നായിട്ട് പറയുന്നത്. ഞാൻ എന്റെ മേശ അക്രലിക് ഷീറ്റാണ്, അതിന് വര വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തുണി വിരിക്കാറുണ്ട്. അപ്പം എന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം, മേലെ തുണി ഇങ്ങനെ വിരിച്ചോണ്ടിരിക്കും. കാര്യം ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്, സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നായിട്ട് പെയിന്റ് ആവലാണ്. അതുകൊണ്ട് അതിന് എന്നിട്ട് അതേ വരയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് വേറെ വരച്ച് കാണിച്ചു കൊടുത്ത്, അത് ഞാനല്ലോ വരയ്ക്കുന്നത്. എന്തൊരു കഷ്ടം ചെയ്യും. ജസ്ന, അതുപോലെ തന്നെ ഫാമിലിയിൽ ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഭർത്താവും കുട്ടികളും എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പ്രതികരിച്ചത്? ഭർത്താവ് പറയുന്നത് നിർത്തിക്കാളുന്ന ഇത്രയും സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ്. 2003 പറഞ്ഞു തുടങ്ങി. ജസ്നയ്ക്ക് പേടിയുണ്ടോ ഇക്കാര്യത്തില്? എനിക്ക് പേടിയില്ല. കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെയാണ്. ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണൻ ഒരിക്കലും ഉപദ്രവിക്കൂല. എല്ലാവരും പറയുന്നത് കണ്ണൻ ഇഷ്ടാവാനായിട്ട് കണ്ണൻ തരുന്നതാണ്, വെറുതെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സമൂഹത്തിന്റെ ഇടയിൽ കൃഷ്ണഭക്തരോട് ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കുന്നുള്ളൂ. കണ്ണന്റെ ഭക്തര്, അതിനെ തന്നെ ഒരു കാര്യം ഞാൻ പറയാണ്, എനിക്ക് കണ്ണനെ കുറിച്ച് ഒരു കാര്യം അറിയില്ല. ആകെ അറിയാവുന്ന കാര്യങ്ങളും കഥകളൊക്കെ ഞാൻ യൂട്യൂബ് കേട്ടിട്ടുള്ള കഥകളും കാര്യങ്ങളും മാത്രമാണ്. കൃഷ്ണഭക്തന്മാർക്ക് ആർക്കെങ്കിലും പരീക്ഷണമില്ലാത്ത ഒരു ഭക്തരുണ്ടോ? ഒരൊറ്റ ഭക്തരെ പറയട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട്, ഏത് അമ്പലം എങ്ങനെ അമ്പലം എന്നൊന്നും എനിക്കറിയില്ല.
ഏതോ ഒരു അമ്പലത്തിന്റെ ശ്രീകോവിൽ വരെ ഒരു ഭക്തന് വേണ്ടിയിട്ട് കണ്ണൻ തിരിച്ചു എന്ന് ഞാൻ കേട്ടു. അതൊക്കെ യൂട്യൂബിന്റെ അകത്ത് കേൾക്കുന്ന കഥകളാട്ടോ. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ട് കണ്ടു, ഗുരുവായൂർ ഒരു കൂവളമരുണ്ട്, അത് പൊട്ടി വീണത് ഞാൻ നടയിൽ ചെന്നത് കൊണ്ടാണ്. ഇത്ര വലിയ അതിന് മാത്രം അപരാധിയാണോ? ഞാൻ ഹിന്ദു മതസ്ഥരുടെ വിശ്വാസം കാക്കാനല്ലേ ശ്രമിച്ചത്. ഞാനൊരു തീവ്ര ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് പോയിന്റ് കേട്ടോ, ഹിന്ദുക്കളുടെ വിശ്വാസം കാക്കാൻ ശ്രമിച്ചു. ഇന്നലെ പറഞ്ഞത് ഹിന്ദുക്കൾക്ക് വിളക്ക് വെക്കാൻ ഒരു അവസരം ഞാനായിട്ടുണ്ടാക്കി. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് ഇവരെ പോക്കിക്കൊണ്ട് നടന്ന ചങ്കികളാണ് കേട്ടാ, നമ്മളാരുമല്ല. ആവശ്യം എനിക്കുണ്ടോ? അവരുടെ വിശ്വാസത്തെ അല്ലേ ഞാൻ കാത്തു പിടിക്കുന്നത്, അല്ലാതെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും. ജസ്ന ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത് 2009 മുതലാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്ര വർഷമാവട്ടെ, എത്രയോ ആവട്ടെ, അതിനു മുമ്പ് കൃഷ്ണനെ കാക്കാൻ ആരുണ്ടായിരുന്നു? കണ്ണനെ കാക്കാൻ ഹിന്ദുക്കൾ എങ്ങനെ നിലവിളക്ക് വെക്കുമായിരുന്നു? ഇവര് വരച്ചത് കൊണ്ടല്ലേ കണ്ട ഹിന്ദുക്കൾ മൊത്തം കണ്ണനെ ആരാധിക്കുന്നത്, കണ്ണനെ വിശ്വസിക്കുന്നത്, വിളക്ക് വെക്കുന്നത്. ജസ്നയ്ക്ക് സത്യം പറഞ്ഞാൽ സകലമാന ഹിന്ദുക്കളും ഒരുമിച്ച് നിന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്തെന്നറിയാമോ? ഹിന്ദു ധർമ്മത്തെ കാക്കാൻ വന്ന ആളാ, കണ്ണനെ കാക്കാൻ വേണ്ടി വന്ന ആളാണവര് കേട്ടോ. ശരി, ഞാൻ പറയാം, ഞാൻ ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായൂരിനോ അല്ലെ എന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായൂർ ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ളൊരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും. പക്ഷെ വർഷത്തിൽ 2 പ്രാവശ്യം എന്നാ നടയിൽ കയറാനുള്ള ഒരു അനുവാദം മാത്രം എനിക്ക് തന്നാൽ മതി, അതൊന്നും എനിക്ക് വേണ്ട. എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ണനെ കാക്കാൻ ജസ്ന വേണം. എന്താണ് ഹിന്ദുക്കളെ നിങ്ങൾ ഇങ്ങനെ കണ്ണനെ കാത്ത് 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 ഈ പെൺകുട്ടി ഇപ്പോൾ ഉണ്ണാറില്ല, നമസ്കരിക്കാറില്ല, വീട്ടിലൊരു പണി ചെയ്യാൻ നേരമില്ല, വീട് വൃത്തിയാക്കാൻ, കുളിക്കാൻ, നനയ്ക്കാൻ, 1 പോകാൻ 2 പോകാൻ, ഇതിനൊന്നും സമയമില്ലാതെ നേരം വെളുത്താൽ ഇരുട്ടുപോളം വരയോ വര. എന്നിട്ടും സംഖ്യകൾ ഇവരെ തള്ളിപ്പറയുന്നതാണ് നന്ദികേട്. ശരി, തീർന്നിട്ടില്ല കേട്ടാ. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനവും ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എന്ത് കലാപമാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത്? ഞാൻ ചെയ്ത തെറ്റെന്താണ്? എന്റെ പുറകിൽ ആരാണുള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. ഞാനും 2 മക്കളുമാണ് എന്റെ ലോകം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേറൊരാൾ സഹായത്തിനില്ല, പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. ഞാൻ എന്ത് കലാപമാണ് ഇവിടെ തീർത്തത്? അതോടെ ഒന്ന് നിങ്ങൾ പറഞ്ഞു തരും. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ്. അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അവരൊക്കെ റീലിടുന്നുണ്ട്, ഞാനും റീലിടുന്നുണ്ട്. പക്ഷെ ജസ്നയുടേത് മാത്രം കുറ്റം. ഞാൻ ഒരിക്കൽ അവിടെ ഒരു ഓടക്കുഴൽ കണ്ട് വായിച്ചു, എനിക്ക് അറിയാവുന്ന രീതിയിൽ. അത് കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞു. നമ്മൾ ആരെങ്കിലും അന്നം തരുന്ന കണ്ണനെ കളിയാക്കുക, അന്നം തരുന്നത് ആര് തന്നെ ആയിക്കോട്ടെ, കണ്ണനെന്നൊന്നുമില്ല. പിന്നെ പലർക്കും അത് കുറ്റമായി വന്നു. ഞാൻ കണ്ണന് വരുമാന മാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത്. ഞാൻ അതിൽ എന്ത് കുറ്റാണ് നിങ്ങൾ കാണുന്നത്? അതിൽ എന്ത് തെറ്റാണുള്ളത്? എന്റെ ഉപജീവന മാർഗം എന്റെ കണ്ണനായി മാറിയപ്പോ കണ്ണനാണ് എന്റെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ്? അല്ലെങ്കിൽ ഞാൻ കണ്ണന്റെ ചെലവിലല്ല ജീവിക്കുന്നതെങ്കിൽ ഓക്കെ, ഞാൻ കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നത്. അപ്പൊ കണ്ണൻ എന്റെ ഉപജീവന മാർഗമാണെന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് കണ്ടു. എല്ലാവരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണെന്ന്. ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനെയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെറി കേട്ടിട്ട് ഞാൻ കണ്ണനെ കൊണ്ടുവന്ന് നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്, കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ്. കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു, കണ്ണൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. അന്ന് എനിക്ക് കണ്ണൻ എന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു. പക്ഷെ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നി തുടങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പൊ നിലവിൽ ചെയ്തൊരു തെറ്റ് നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ്. ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ഈ ഹിന്ദുക്കൾക്ക് വിളക്ക് വെക്കാൻ ഒരു അവസരം ജസ്നയായിട്ടുണ്ടാക്കി തന്നു. ഇതിനു മുമ്പ് വരെ നിങ്ങൾ കരിഞ്ഞിരിക്കുവായിരുന്നില്ലേ? നിങ്ങൾക്ക് വെട്ടമോ വെളിച്ചമോ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് കരിയാതെ വെളിച്ചമുണ്ടാക്കി വിളക്ക് കത്തിക്കാൻ ഒരു അവസരം തന്ന പെണ്ണിനെ കഷ്ടം. എവിടെ കൊണ്ടുവെക്ക നിങ്ങൾ ഈ പാവമൊക്കെ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുവായൂർ നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിന്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയാണ്. ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഞാൻ ഇനി ആ നടയിലേക്ക് പോകുന്നില്ല. ഭക്തി മനസ്സിൽ മതി, അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കേണ്ട എന്ന് സ്വയം തീരുമാനിച്ചു. പക്ഷെ നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം, വർഷത്തിൽ 2 പ്രാവശ്യം പോകാൻ. ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും. മറ്റൊന്നുകൊണ്ടല്ല, വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത്.
ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ. അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് അവരെത്ര സത്യം ചെയ്തു പറഞ്ഞിട്ടും ഹിന്ദുക്കളുടെ വിശ്വാസം കാക്കാൻ ശ്രമിച്ചിട്ട് ഇതിനു മുമ്പ് പറഞ്ഞു, അതെ ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത്, പറ്റിക്കുന്നതും ഒരു കലയാണു മക്കളെ എന്ന് ഇവര് സത്യം നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചില്ല. എന്താണ് സത്യം, ഏതാണ് സത്യം, ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. എന്നെ കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് ഞാൻ അങ്ങനെയല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവരെനിക്ക് അയച്ചൊരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആളുടെ നമ്പർ ഇതാണ്. നമ്പർ സഹിതം ഞാൻ കാണിക്കാൻ കാരണം ഫേക്ക് അല്ല എന്നുള്ളതാണ്. ഇത് ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 26-ാം തീയതി, ജനുവരി 26-ാം തീയതിയാണ് വരുന്നത്. ഇനി ഇതെന്താ പറയുന്നതെന്നുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് ഞാൻ ഇടാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും. ജസ്ന, ഈ എന്താ ഉദ്ദേശിച്ചത്? ആദ്യം പറഞ്ഞത് മാറാടിൽ ആള് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നത്. ജസ്ന, ഈ എന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കേ. എന്നിട്ട് ഈ ഒന്ന് എന്ത് ചെയ്യുണ്ടോ, ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാണെന്നുള്ളത് നോക്കണ്ടോ. ഒരാൾ പറയുന്നത് കേട്ട് ഒരാളുടെ പ്രേരണയിൽ വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാൻ ഇന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓപ്പൺ ആയിട്ട് പൊതുസമൂഹത്തിൽ പറയുന്ന ആളാണ്. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് മറ്റൊരാൾക്കെതിരെ വീഡിയോ ചെയ്യാനോ പ്രവർത്തിക്കാനോ എന്നുള്ള പരിപാടി അത് ഞാൻ പൊതുവെ ചെയ്യലില്ല. പിന്നെ പൊതുജനാഭിപ്രായങ്ങൾ വന്നിട്ട് പല ആളുകളും വാട്സപ്പിൽ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്റെ വിഷയത്തിൽ ഒരാളും ഒരു പൊതുജനാഭിപ്രായം പറഞ്ഞിട്ടില്ല. എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്ത വീഡിയോ ആണ്. എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അല്ലാതെ ഈ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് ചെയ്യാണ്. അപ്പൊ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എനിക്ക് എന്റെ നിലപാട് എന്താണ് അവിടെ എന്താ പറയാ സൂചിപ്പിക്കാനുള്ളത്? ഒരു നിലപാടില്ലല്ലോ. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല, അതെനിക്ക് തെറ്റി. പക്ഷേ എന്റെ എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതും ഈ കരുതിയ ആളുകൾ ആരുമല്ല, BJPക്ക് അകത്ത് നിന്ന് തന്നെയുള്ള ആളുകളാണ് എഫ്ഐആറിന്റെ കോപ്പി കാര്യങ്ങൾ അയച്ചു തന്നിട്ടുള്ളത്. അതുകൂടെ ഞാനിവിടെ എടുത്തു പറയുന്നത് വേറൊരു വിഷയം കൊണ്ടാണ്, ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. BJPയിൽ തന്നെയുള്ള ആളുകളാണ് എനിക്ക് എഫ്ഐആറിന്റെ കോപ്പികൾ അയച്ചു തന്നിട്ടുള്ളത്. എന്റെ എനിക്കെതിരെ ഫസ്റ്റ് വീഡിയോ ചെയ്ത് വൈറലായതിനു ശേഷം. പിന്നെ ഈ എഫ്ഐആറിന്റെ കോപ്പികൾ പുറത്ത് വന്നിട്ടുള്ളതും അവർ മുഖാന്തരം തന്നെയാണ് എന്നുള്ളത് കൂടെ ഈ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും. കാരണം എന്താ അറിയോ, അലി അക്ബറിന് രാമസിംഹനൊക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് അവർക്ക് അറിയില്ലേ? ആ ഒരു അവസ്ഥ വരും, അവസാന നിമിഷത്തിൽ ആ ഒരു അവസ്ഥ വരും. 99% നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ നിനക്കെതിരെ തിരിയുന്ന ഒരു ദിവസം വരും. ഈ ഒരു വോയിസ് ഉണ്ടല്ലോ, ഈ എവിടെയാണെന്ന് വെച്ചാൽ സേവ് ചെയ്ത് വെച്ചോ. പല ആളുകളുടെയും അനുഭവം ഞാനുമായിട്ട് ഷെയർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, അത്ര മാത്രമേ ഈ വിഷയത്തേക്ക് പറയാം. ആരാണോ എന്താണോ എങ്ങനെയാണോ എന്തിനാണോ എന്നെ ഉപദ്രവിക്കും? സ്റ്റക്കായിപ്പോയി. വീഡിയോ ഓടുന്നുണ്ട്. എന്തായതാണെന്നറിയില്ല, തീർന്നായിരിക്കും. ഓക്കെ. ഇവരെ ആരൊക്കെയോ ഉപദ്രവിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോൾ അതിൻ്റെ മറുപടി അല്ലേ വേണ്ടത്? ഇന്നലെ ശ്രീല പിള്ള, അതുപോലെ ലക്ഷ്മി കാനത്ത്, ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്ന് സമൂഹത്തോട് പറഞ്ഞവരാ. ഇവരെ ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞ് ശരി അവരൊക്കെ ദാ ഇന്ന ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു, അതിന് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള മറുപടി ഇതാണ് എന്നിവര് പറഞ്ഞിട്ടില്ല. എൻ്റെ പുറകിലാരാ? എൻ്റെ പുറകിൽ ആരുമില്ല. എൻ്റെ പുറകിലാകെയുള്ളത് എൻ്റെ മക്കളാണ് എന്ന് പറയുന്നു. ഇപ്പോഴാണ് സുലൈമാൻ ബാക്കവി എന്ന ഒരാളിട്ട പോസ്റ്റ് കാരണമാണ് ഇവരെ കളത്തിലിറക്കിയത് ആരാണെന്നും ഇവർക്ക് പിന്നിൽ നിന്ന് കളിക്കുന്നത് ആരാണെന്നും തെളിഞ്ഞു വരുന്നത്. അതായത് സ്വന്തം ദൈവവിശ്വാസ സങ്കല്പം, അള്ളാഹുവിനോടുള്ള വിശ്വാസം നാഴികയ്ക്ക് 40 വട്ടം ഗുരുവായൂർ നടയിൽ നിന്ന് താത്ത ഉച്ചരിച്ചത് വെറുതെ ആയിരുന്നില്ല. സുലൈമാൻ ബാക്കവി പറയുന്നതാ, ഗുരുവായൂർ അമ്പലനടയിൽ അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ ഘോഷിക്കപ്പെടട്ടെ. തോന്നിയതുപോലെ ഇതുവരെ ഒരു ഹിന്ദു പോലും ചെയ്തിട്ടില്ലാത്ത രൂപത്തിൽ കേക്ക് മുറിക്കുകയും ക്ഷേത്രത്തിൽ വരുന്നതും പോകുന്നതും മുല്ലപ്പൂ ചൂടുന്നതും നടക്കുന്നതും ഇതെല്ലാം ഇവര് കാണിക്കുന്നത് വൈറലാകുന്നതിന് വേണ്ടിയാണ്. ഹിന്ദുക്കളെ ചലഞ്ച് ചെയ്തിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ജന്മാഷ്ടമി ദിവസം എന്നിവര് പറയുന്ന ദിവസം ക്ഷേത്രത്തിന്റെ നടയിലെത്തിയ ഭക്തയ്ക്ക് ഇവര് ശരിക്കു കൊടുത്തുവിട്ടു. കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, വാക്കേറ്റം നടത്തി, പിന്നീട് ആരൊക്കെ ഇടപെട്ട് കോംപ്രമൈസ്ഡ് ആയി. ഇതൊക്കെ ടെസ്റ്റ് ഡോസുകൾ മാത്രമാണ്. നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരു അവസരം ചോദിച്ചു വന്ന പ്രതിഷേധം നിങ്ങൾ കണ്ടില്ലേ? ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭം പിന്നീട് എന്തായി മാറിയെന്ന് കണ്ടില്ലേ? അതാ പറഞ്ഞത്. അടുത്തതായിട്ട് ക്ഷേത്ര നടയിൽ ഒരു മുസല്ല വിരിക്കാനുള്ള സൗകര്യം, പർദ്ദയും മഫ്തയും ഇട്ട് ഹിജാബ് ധരിച്ച് കണ്ണനെ തൊഴാൻ വരുന്നവർക്ക് അതിനുള്ള ഒരു സൗകര്യം, ഞങ്ങൾക്ക് പിൻഭാഗം പൊക്കാൻ ഒരിടം ഇവിടെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഇവര് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അതായത് ഒരു മുസ്ലിം സ്ത്രീ, ഇവരെ നിങ്ങൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളെ കയറ്റാൻ പറ്റാത്തത്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് കയറിക്കൂടാ എന്ന് ഏതെങ്കിലും ഒരു തട്ടമിട്ട, ഒരു പർദ്ദയും മക്കരയും ഇട്ട് ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ വന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ഇവിടുത്തെ ആചാരമോ ആചാര ലംഘനമോ മാപ്പ് പറയലോ ഇതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ പടച്ചവന് ഏറ്റവും ഇഷ്ടം രക്തമാണ് എന്ന് പറഞ്ഞ് നാളെ ഇവരൊരാടിനെ കൊണ്ടുവന്ന് ഗുരുവായൂര് അക്കീക്ക ഇറക്കാൻ തയ്യാറാകുമോ? കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞാൻ എൻ്റെ കണ്ണുന്നത്. അതുകൊണ്ട് കണ്ണൻ ഇവരുടെ സ്വന്തമാണെന്നും ഇതുവരെ ഇവരെ പൊക്കിക്കൊണ്ട് നടന്ന ആളുകളൊക്കെ ഇനിയും ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുമെന്നും ഇവർ വിചാരിച്ചു. അങ്ങനെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കേക്ക് മുറിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട് അവർക്ക് അവരുടെ ബിസിനസ് വേണമായിരുന്നു, ബിസിനസ് വർദ്ധിപ്പിക്കണം, അവർക്ക് ഒരുപാട് ക്ലയൻസിനെ വേണം. നാളെ ഇവരെ ബിരിയാണി വിളമ്പില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരാടിനെ അറുക്കണമെന്ന് പറയും, ഒരു മുസല്ല വിരിക്കണമെന്ന് പറയും. ഇതൊക്കെ ഇല്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? കേരളത്തിലെ ഇതിനു മുമ്പും ഒരുപാട് ചിത്രകാരന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട്. ഇന്നലെ എനിക്ക് ഒരു കണ്ണന്റെ ചിത്രം ഒരു 5-6 സൈസിലുള്ളത് ഒരാൾ ഇട്ട് തന്നു. എന്നിട്ട് അയാൾ 1-2 വോയിസും എനിക്ക് അയച്ചു. ടീച്ചർ ഇതൊക്കെ ഞാൻ വരയ്ക്കുന്നതാണ്, പക്ഷെ ഇതൊന്നും എനിക്ക് ബിസിനസ് അല്ല. പലരും പറയുമ്പോൾ സമയവും സൗകര്യവും പോലെ ഞാൻ വരച്ചു കൊടുക്കാറുണ്ട്, പക്ഷെ ഇതെനിക്ക് ബിസിനസ് മാർഗമല്ല, ഞാൻ വേറെ തൊഴിൽ ചെയ്താണ് ജീവിക്കുന്നത്. ഇസ്ലാം മതത്തിന്റെ തോണിയിലും കാലുകുത്തി, ഹിന്ദു മതത്തിന്റെ തോണിയിലും കാലുകുത്തി, 2 വിഭാഗത്തെയും ഒരേപോലെ കബളിപ്പിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ ഇവിടെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഈ വ്യക്തിയെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്നത് നമുക്കാർക്കും ഒരു ഉദ്ദേശവുമില്ല. തട്ടവും ഇട്ട്, ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോയി നമസ്കരിക്കാറുണ്ട്. ഇവരെന്തുവാ പറയുന്നേന്ന് ഇവർക്ക് തന്നെ അറിയില്ല, അതാണ് സത്യം. ഇവരെന്തൊക്കെയോ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ഇവരങ്ങ് പറയുക. എന്നിട്ട് ഇവര് ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, കുറച്ച് മുമ്പുള്ളതാണ്. കുറച്ചെന്ന് പറഞ്ഞാൽ ആത്മഹത്യയൊക്കെ ചെയ്താനുള്ള പ്രഹസനങ്ങളൊക്കെ നടത്തിയില്ല, ആ സമയത്ത് ഉള്ളതാണ്. നോക്കാം. ഓ, ഇതൊരു നാടകമാണ് കേട്ടോ, കക്ഷി നല്ല അഭിനേത്രിയാണ്. ഓക്കെ, ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം കൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത്. ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു, പിന്നെ അതൊരു വരുമാന മാർഗമായി, പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി. പക്ഷെ മറ്റു മതത്തിൽ നിന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റ് എന്താണ്? മറ്റൊരു ഇവരെ ഇതുവരെ പൊക്കിക്കൊണ്ട് നടന്നതും ഇവര് തന്നെയാ. കണ്ണനെ വരച്ചു എന്നുള്ള ഐഡന്റിറ്റിയിൽ തന്നെയാണ് നിങ്ങൾ നരേന്ദ്രമോദിയുടെ അടുത്ത് വരെ എത്തിയത്. അല്ല, തട്ടമിട്ട മുസ്ലിം യുവതി ആയതുകൊണ്ടാ. ഇസ്ലാം മത വിശ്വാസത്തിൽ നിന്നും ഒരു സ്ത്രീ കണ്ണനെ വരച്ചു പ്രശസ്തയാകുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ വരെ എത്തിയത്. അപ്പൊ കണ്ണനെ വരച്ചത് കൊണ്ടാണോ എന്നെ ഇത്രമാത്രം ഉപദ്രവിച്ചത്? നിങ്ങളെ പൊക്കിക്കൊണ്ട് നടന്നത് സംഘികൾ തന്നെയല്ലേ ആദ്യം? കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം കൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള ഇവര് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുവാണ്. കണ്ണനെ വരച്ചതിന്റെ പേരിൽ ഒരു ഹിന്ദുവും ഇവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇവരെ വിമർശിച്ചിട്ടില്ല, ഇവർക്കെതിരെ കേസിന് പോയിട്ടില്ല. ഇവരുടെ അഴിഞ്ഞാട്ടം അനുവദിക്കില്ലെന്ന് അവര് പറഞ്ഞത്. ഈ വരയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു, പിന്നെ അതൊരു വരുമാന മാർഗമായി, പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോയാൽ തുടങ്ങി. പക്ഷെ മറ്റു മതത്തിൽ നിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ സോഷ്യൽ മീഡിയ എന്നെ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റ് എന്താണ്? മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? അതാണോ നിങ്ങൾ എന്നിൽ കാണുന്ന തെറ്റ്? പലരും പറയുന്നത് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന്. ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ അധ്വാനിച്ചിട്ടാ ജീവിക്കുന്നത്. ഞാൻ ഉറക്കൊഴിഞ്ഞ് ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇവരല്ലേ പറഞ്ഞത് ഞാൻ പറ്റിച്ചാണ് ജീവിക്കുന്നത്, പറ്റിക്കുന്നതും ഒരു കലയാണോ മക്കളെ എന്നൊക്കെ ഇവര് തന്നെയാണ് പറഞ്ഞ വീഡിയോ ഇട്ടത്, നമ്മളാരും അല്ല. ആ കഴിവിനെ വിട്ടത് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം മോശക്കാരിയായി സമൂഹത്തിന്റെ മുമ്പിൽ മാറിയത്. കണ്ണനെ ചേർത്ത് പിടിച്ചതിന് ഇങ്ങനെ പൊള്ളൂന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല.
അറിയില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് വിട്ടു. ഇവര് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. മണികണ്ഠൻ, നിങ്ങളും ഇപ്പോൾ അഴിഞ്ഞാടാൻ പോണം. ആദ്യം നിന്റെ ഉമ്മാടെ തുണി അഴിഞ്ഞതേ എടുത്ത് കെട്ട് ചെല്ല, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരുടെ അഴിഞ്ഞാട്ടം കാണാൻ ചെല്ലുന്നിപ്പോ. ഇപ്പോ ഗുരുവായൂര് അമ്പലത്തിന്റെ ചുറ്റുപാടും ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളില്ലേ, ഇതര മതവിഭാഗങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ. അതിലൊക്കെ ഗുരുവായൂരിലെ പൂജാ സാധനങ്ങളില്ലേ, പൂജയ്ക്ക് വരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളടക്കമൊക്കെ ഉണ്ട്. കണ്ണന്റെ വിഗ്രഹങ്ങളില്ലേ, പ്രതിമകളില്ലേ, പൂജയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരുപാട് സാധനങ്ങളില്ലേ, ഭക്ഷണം വിൽക്കുന്ന സ്ഥലങ്ങളില്ലേ. അവരൊക്കെ അവരുടെ കുടുംബത്തിന് വേണ്ടി ഒരു ഉപജീവന മാർഗമായിട്ട് മാത്രമാണ് ഇത് തിരഞ്ഞെടുക്കുന്നത്. അവരുണ്ടാക്കുന്ന സാധനത്തിന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വിലയും. ഇവരെ വിശ്വാസത്തെ വിൽക്കുക എന്നതിലുപരി കാപഠ്യം കാണിച്ച് മറ്റുള്ളവരുടെ ഭക്തിയെ ചൂഷണം ചെയ്ത് അത് പണമാക്കി മാറ്റുന്നു. ഇവർ വരയ്ക്കുന്ന ഒരു പടത്തിന് 5000 രൂപ മുതൽ 10,000, 20,000, 30,000, ഇപ്പോൾ 75,000 എത്തി നിൽക്കുന്നു ഇവര് വരയ്ക്കുന്ന ഒരു ചിത്രം. ഒരു മുസ്ലിം സ്ത്രീ തട്ടമിട്ട് വരച്ചു എന്നുള്ളത് കൊണ്ടാണോ ഇത്രമാത്രം മാർക്കറ്റ് ഇതിന്? ആണോ? ഇത് സെന്റിമെന്റ്സ് ആകേണ്ടുന്ന കാര്യമല്ല. നമ്മൾ ചോദിക്കുന്ന വിമർശനങ്ങൾക്ക് ഇവർ മറുപടിയാണ് പറയേണ്ടത്. അമ്പലത്തിന് പുറത്തൊരു സ്റ്റാൾ എടുത്തിട്ട് ഇന്നലെ ശ്രീലാപിള്ള പറഞ്ഞതുപോലെ പെയിന്റിങ് നടത്തിക്കോട്ടെ, ന്യായമായിട്ടുള്ള വില ഇട്ടോട്ടെ, അവർക്ക് വേണ്ടവരവിടെ വന്ന് വാങ്ങിക്കോട്ടെ. അതല്ലാതെ ഇപ്പം എല്ലാ മതവിഭാഗത്തിനും ആരാധനാലയങ്ങള്, ആരാധനകള്, മതവിശ്വാസങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയല്ലേ? അത് വളരെ പെട്ടെന്ന് വ്രണപ്പെടില്ലേ? അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി അവളുടെ ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നു, ഒരു വരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ശരി, അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചിട്ട് തന്നെയല്ലേ നല്ലൊരു വിഭാഗം ആളുകൾ ഇത്രയും കാലം ഇവരെ പിന്തുണച്ചത്. പക്ഷേ ഇപ്പോഴാണ് ഇവരുടെ ഉഡായിപ്പുകൾ പുറത്തു വരുന്നത്. ഇപ്പൊ ഇവർ പറയുന്നു, ഇതുവരെ കണ്ണനെ എല്ലാവർക്കും വിശ്വസിക്കാം, എല്ലാവർക്കും ആരാധിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ അത് കള്ളമാണ്, നിങ്ങൾ പറയുന്നത് കള്ളമാണ്. അപ്പോൾ ഹിന്ദുക്കൾ പറയുന്നത് കള്ളമാണ്. നിങ്ങളുടെ കണ്ണനെ ഞാൻ കാത്തു എന്നുള്ളതാണോ നിങ്ങൾ ചെയ്ത തെറ്റ്? ഞാൻ ചെയ്ത തെറ്റ് എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾക്ക് വിളക്ക് കൊളുത്താൻ ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി തന്നു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് അവർ ചോദിക്കുന്നു. ഇതൊക്കെ ഇവരുടെ കുറച്ച് ഭക്തരുണ്ട്, ഇവരുടെ കുറച്ച് ഫാൻസ് ഉണ്ട്, അവരെയൊക്കെ വിശ്വസിപ്പിക്കാനേ പറ്റൂ. അതല്ലാതെ എത്രയോ ഹിന്ദു സ്ത്രീകൾ ആ ആരാധനാലയത്തിൽ വരുന്നുണ്ട്. ആരാണിങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയില്ലേ? ഇത് കെട്ടിപ്പിടിക്കലും കേക്കെടുത്ത് വായിൽ വെച്ച് കൊടുക്കലും എന്താണ്? എന്നിട്ട് നമ്മുടെ ലക്ഷ്മി കാനത്ത് ഇവരുടെ ചില ചിത്രങ്ങൾ ഫോട്ടോ സഹിതം ഇവരുടെ ചിത്രങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ചിത്രം. അപ്പൊ ഗുരുവായൂര് പോകുമ്പോൾ ഇവർക്ക് തലയിൽ തട്ടാൻ വേണം. എന്തിന്? ഇത് ബിസിനസ് ടൂളാണ്. ഇവർക്ക് ബിസിനസ് ടൂളാണ്. ഈ തട്ടമിട്ട് മുസ്ലിം ഐഡന്റിറ്റി വെച്ചിട്ട് വേണം ഇവർക്ക് കണ്ണനെ മാർക്കറ്റ് ചെയ്യാൻ. എന്നാലേ ഇവരുടെ ചിത്രങ്ങൾ ആളുകൾ വാങ്ങിക്കൂ. അപ്പൊ കൂടുതൽ സമയം ഇതിനു വേണ്ടി ഇരിക്കുന്നു. ആരാണ് ഒരു ജീവിതത്തിന്റെ 3/4 സമയവും കണ്ണനോടൊപ്പം ചെലവഴിക്കുന്നത്? വരുമാനമുണ്ടാക്കാനുള്ള മാർഗത്തിന് വേണ്ടി. ഈ പെണ്ണിങ്ങനെ പടം വിറ്റ് പണം ഉണ്ടാക്കിയിട്ട് ഇവള് പറയാണ് കണ്ണന്റെ കൂടെ ഞാൻ ഇത്രയും നേരം ഇരിക്കുന്നില്ലേ. എന്ത് വിവരദോഷമാകാം? അതൊരു അലങ്കാരമായിട്ട് കൊണ്ടു നടന്നാൽ എന്തോ ചെയ്യും? നന്ദി. പിന്നെ പ്രബീഷ് കുമാർ, മൗലവിമാർ ഇവരെ എതിർക്കുന്നില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സുലൈമാൻ ബാക്കവി പറഞ്ഞത് ഇവരെ അനുകൂലിച്ചിട്ടാ പറഞ്ഞത്. ക്ഷേത്രത്തിൽ പോയിട്ട് അള്ളാഹുവിന്റെ നാമമല്ലേ ഇവർ പറയുന്നത്, ഹിന്ദുക്കളുടെ പണമല്ലേ ഇവർ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത്. ഉവൈസ് ഇങ്ങനെയൊക്കെ പറയാൻ ലൈവ് വന്നിട്ട് അനാവശ്യം പണിയില്ലെങ്കിൽ അല്ല, ഉനൈസിനെ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പറ്റുമോ? അത് നിനക്കൊരു അനാവശ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിൽക്കുന്നത്? അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അവസരമാണ്, അനുഗ്രഹമാണ് ഈ സമയം. ഇതെങ്ങനെ ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കും. ഇറങ്ങിപ്പോ. അള്ളാഹു ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഒഴിവ് സമയം നിങ്ങൾ എങ്ങനെ ചിലവഴിച്ചു എന്നതിനെ സംബന്ധിച്ച.
ജാമിദയുടെ ലൈവ് കണ്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടുതൽ ശിക്ഷിക്കില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കണ്ണ്, കാത്, ഹൃദയം എന്താണ് പ്രവർത്തിച്ചത് എന്ന് അള്ളാഹു ചോദ്യം ചെയ്യും. അതുകൊണ്ട് വേഗം ഇറങ്ങിപ്പോയിക്കോ. ജാമിദയുടെ ലൈവ് കണ്ടുകൊണ്ടിരുന്നാണെന്ന് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് പ്രതിഫലം, നിനക്ക് ശിക്ഷ തരും. അതുകൊണ്ടേ ഉനൈസിന്റെ ഉമ്മ തുണി ഉരിഞ്ഞിട്ടായിരിക്കും അവിടെ ജീവിക്കുന്നത്. എല്ലാവരും അങ്ങനെയല്ല, അന്തസ്സോടെ തന്നെയാണ് ജീവിക്കുന്നത്. മതത്തെയും മതപ്രമാണങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്തും കുട്ടികളെ പിടിച്ച് കമിഴ്ത്തി കിടത്തിയും ജീവിക്കുന്ന ഉസ്താദുമാരുടെ അടുത്ത് ചെല്ല്. ഇവിടെ നിന്റെ സൈസ് ഒന്നും എടുക്കില്ല. അതല്ലേ മറൈൻ എഞ്ചിനീയറിങ്. അതെ, ജൂതന്റെ യൂട്യൂബിൽ വന്നിട്ട് ജൂതനെ ശപിക്കലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. മുഹമ്മദ് ഷെരീഫ്, ആദ്യം നീ അങ്ങ് നന്നാവ്, എന്നിട്ട് നീ മറ്റുള്ളവരെ നന്നാക്കിയാൽ മതി കേട്ടോ. എന്നെ നന്നാക്കാൻ നീ ആളായിട്ടില്ല. ആദ്യം നീ അങ്ങ് നന്നാവ്. ചെല്ല. ഓ ഹിബ, നീ എന്തായാലും എല്ലാവരെയും ഷാൾ ഇടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുക. നീ ആദ്യം മര്യാദയ്ക്ക് തുണി ഉടുക്കടി പോടി. കെട്ടിയവനെ പറഞ്ഞിട്ട് വല്ലവന്റെയും കൂടെ കറങ്ങി നടക്കുന്നവളെ എന്നെ ഷാൾ ഇടാനെന്ന്. ഇപ്പൊ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, തുണി ഉടിപ്പിക്കാൻ എല്ലാവരെയും, തലയിൽ തട്ടമിടിപ്പിക്കാൻ. കാരണം തലയിൽ തട്ടമിട്ടാൽ എന്ത് തെണ്ടിത്തരവും ചെയ്യാം. ഇപ്പൊ ഈ ജസ്നയെ തന്നെ ആരും വിമർശിക്കാത്ത കാരണം എന്താ? തലയിൽ തട്ടമിട്ടിട്ടല്ലേ വരയ്ക്കുന്നത്. ഓ, തട്ടമിട്ടാ മതി, ഇവളുമാർക്കും കിട്ടാ പോരെ. ഇവളുമാരെന്തിനാണ് ഇവളുമാരുടെ മതം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്? ഈ അൻഷിഫ എന്ന് പറയുന്ന ഒരുത്തി, ഒരു ഹിബ എന്ന് പറയുന്ന ഒരുത്തി എന്നോട് തലയിൽ തട്ടമിട്ട് തള്ളേന്ന് വീട്ടിൽ ഉമ്മായി വിളിക്കുന്ന വിളിയാ. പറഞ്ഞിട്ട് കാര്യമില്ല, മദ്രസയിൽ പഠിക്കുന്നവളുമാരല്ലേ. ശരി, എന്നാ പിന്നെ കാണാം. നന്ദി.